ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, റമദാനിന് ശേഷം വീണ്ടും ഒന്ന് ഒരുമിച്ച് കൂടിയതാണ് നമ്മൾ. എല്ലാത്തിലും ഖൈറുണ്ട്. മഴ പെയ്തത് കൊണ്ടാവാം ഇപ്പോൾ ആളുകൾ എത്തിച്ചേരാനൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ടാവുക. ഇതിന്റെ എല്ലാ ഖൈറും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു പഠനമാണ് നടത്തി വന്നിരുന്നത്. എല്ലാവർക്കും അർത്ഥം അറിയുന്ന പദം തന്നെയാണ്. എങ്കിലും നമ്മൾ അല്പമൊക്കെ ചില കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വെച്ചത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നത് വരെയാണ്. ഇനി പറയേണ്ടത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആ ഭാഗമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ സമയത്തിനുള്ളിൽ കൃത്യമായിട്ട് അതെല്ലാം പറഞ്ഞു കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം അത് നമ്മൾ നിരന്തരമായിട്ട് പറയുന്ന ഒരു പ്രാർത്ഥനയാണ്. അത് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കിയ അർത്ഥം പറയുകയാണെങ്കിൽ, യഹ്ദിന, പടച്ചോനെ ഞങ്ങളെ വഴി നടത്തണേ, ഹിദായത്തിലാക്കണേ. എവിടേക്കുള്ള ഹിദായത്തിലാക്കണം? അശ്റാത്തൽ മുസ്തഖീം, നേരായ വഴിയിലാക്കണേ എന്നാണ് നമ്മൾ സാധാരണ അതിന് അർത്ഥം പറയാറുള്ളത്. നമ്മൾ കുറച്ചുകൂടി അതിന്റെ പദങ്ങളൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടതുള്ളത് കൊണ്ട് കുറച്ചുകൂടി ആശയം അതിനുണ്ട് എന്നതുകൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ പറയേണ്ടി വരും, മനസ്സിലാക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മനസ്സിലാക്കിയത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഈമാനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നുള്ളത് ഒരു പ്രാർത്ഥനയാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ ആകെ കൂടിയുള്ളൊരു അഭ്യർത്ഥന, ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ആകെ ഇതേ ഉള്ളൂ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അപ്പൊ പ്രാർത്ഥനയുടെ പ്രാധാന്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളത് നിരന്തരം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ശരീരത്തിന്റെ ശക്തി, നമ്മുടെ ബുദ്ധിശക്തി, നമ്മുടെ സ്മാർട്ട്നെസ്, എൻ്റെ സമ്പത്ത്, എൻ്റെ കഴിവുകൾ എന്ന അഹങ്കാരത്തോടു കൂടിയുള്ള ഭാവപ്രകടനങ്ങളിലോ നടത്തമോ അല്ല നമ്മൾ നടത്തേണ്ടത്. എല്ലാതും അള്ളാഹുവാണ് തരുന്നത് എന്ന് പറയുന്ന വിനയത്തോടു കൂടിയുള്ള സമീപനമാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് ആദ്യം പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. പക്ഷെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയുടെ ഒരു പ്രോട്ടോകോൾ, അതിനൊരു മുൻഗണനാക്രമമുണ്ട് എന്നുള്ളത് കൂടി സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് ആദ്യം പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പുകഴ്ത്തി പറയുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ നമസ്കാരത്തിൽ തന്നെ, നമസ്കാരം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്നൊക്കെ അള്ളാഹുവിനെ പ്രശംസിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. പ്രാർത്ഥന അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനെ ഒന്ന് സ്തുതിക്കണം എന്നുള്ളത് ഒരു സുന്നത്തായ കാര്യമായിട്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് നമുക്കൊരു ആവശ്യമുണ്ട്, പെട്ടെന്ന് പടച്ചോനെ അതിങ്ങോട്ട് കാട്ട് തരൂ എന്ന് ചോദിക്കുന്നത്
ഒരു നല്ല രീതിയല്ല എന്ന് സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ചോദിക്കുന്നതിന് മുമ്പ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ എന്ന് അള്ളാഹുവിനെ സ്തുതിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആവശ്യം അള്ളാഹുവിന്റെ മുമ്പിൽ വെക്കുന്നത്. സുന്നത്ത് പ്രകാരം ഹംദും സലാത്തും കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക, നമ്മുടെ ആവശ്യം അള്ളാഹുവിനോട് പറയാം. അപ്പൊ ഇതാണ് ഒരു കാര്യം പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം പഠിപ്പിക്കുന്നത് എന്താന്ന് പറഞ്ഞാല്, നമ്മൾ ചോദിക്കുമ്പോ നമുക്കത് ആവശ്യമുണ്ട്, നമ്മൾ വളരെ നിസ്സാരന്മാരാണ്, ദുർബലരാണ് എന്നുള്ള ഒരു ഭാവത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചോദിക്കേണ്ടത്. നമ്മൾ ചിലപ്പോൾ പ്രസിഡന്റ് ആയിരിക്കും, ചിലപ്പോൾ വലിയ രാഷ്ട്ര തലവനായിരിക്കും. ആ ഒരു സ്റ്റാറ്റസിൽ വന്നിട്ട് സാധാരണ ആളുകളോടൊക്കെ നമ്മൾ പെരുമാറുന്നത് പോലെയല്ല അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്, ചോദിക്കേണ്ടത്. നമ്മുടെ ശരീരത്തിലും ഒക്കെ അതിനുള്ള മാറ്റം ഉണ്ടാവും. പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്, പ്രാർത്ഥിക്കുമ്പോ കരച്ചിൽ വരിക എന്ന് പറയുന്നത് വിനയത്തിന്റെ ഒരു അടിസ്ഥാനമാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന രംഗമുണ്ടല്ലോ ഖുർആനിൽ. റബ്ബന വലംന അൻഫുസന, അല്ലേ? വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങൾ ആകെ തകർന്നു പോകും, പരാജയപ്പെട്ടു പോകും, നീ തന്നെ ഞങ്ങൾക്ക് പുറത്തു തരണം എന്ന് വളരെ താഴ്ന്നു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഇവിടെ അത് പഠിപ്പിക്കുന്നുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞിട്ടാണ് ഇഹ്ദിന നമ്മൾ പറയുന്നത്. വയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത് എന്നുള്ളത് ആ പറച്ചില് ഒരു ഏറ്റുപറച്ചിലാണ്. നിന്റെ സഹായമില്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന ആ വിനയത്തോടു കൂടിയുള്ള നമ്മുടെ ബോഡി ലാംഗ്വേജ് അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട് വയ്യാക നസ്തഈൻ എന്നുള്ളതിൽ. അപ്പൊ പ്രാർത്ഥനയുടെ പ്രോട്ടോകോൾ എന്ത് ചെയ്യുന്നുണ്ട്? സൂറത്തുൽ ഫാത്തിഹയില് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പിന്നെ അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോ, അള്ളാഹുവിനോട് ചോദിക്കുമ്പോ എന്താണ് ചോദിക്കേണ്ടത് എന്നുള്ളതും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ളതിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ അള്ളാഹുവിനോട് എന്താണ് ചോദിക്കേണ്ടത്? ഇപ്പൊ ഒരാൾ കഅബയിലേക്ക് പോകാൻ അവസരം കിട്ടിക്കഴിഞ്ഞാല് എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? അപ്പൊ ആ കഅബയിൽ തവാഫ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സഫാ മർവയ്ക്കിടയിലൊക്കെ ചെല്ലുമ്പോഴൊക്കെ ഉള്ള ആളുകളെ എഴുതിയുണ്ടാക്കിയ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. പക്ഷെ സുന്നത്തായിട്ട് പറയുന്നത് വളരെ കുറച്ചുള്ളൂ. അപ്പൊ കഅബയിൽ തന്നെ ഹജറുൽ അസ്വദിന്റെയും അതിന്റെ അടുത്തെത്തുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടുള്ള ഒരു പ്രാർത്ഥന റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. കണ്ടില്ലേ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സാധാരണ ആളുകൾ പഠിച്ചോടെ എനിക്കൊരു കുട്ടി തരണേ, എനിക്ക് കുറച്ച് പൈസ തരണേ, എന്റെ വീട് എനിക്ക് നന്നാക്കി തരണേ, എനിക്കൊരു ജോലി തരണേ എന്ന് തുടങ്ങിയ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ മാത്രം അള്ളാഹുവിന്റെ മുമ്പിൽ വെക്കുന്നതായിട്ട് ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എല്ലാ മനുഷ്യന്മാരും ചോദിക്കുന്നത് ആ ചോദ്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ ആ ആവശ്യങ്ങളൊന്നും സത്യവിശ്വാസികൾക്ക് മാത്രമല്ല ഉള്ളത്, അത് എല്ലാ ആളുകൾക്കും ഉള്ളതാണ്, എല്ലാവരും ചോദിക്കുന്നതാണ്. ഏറ്റവും നല്ല സന്ദർഭം കിട്ടുമ്പോൾ നമ്മോട് പ്രാർത്ഥിക്കാൻ പറയുന്ന ഒരു കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം, റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബൻ. ദുനിയാവിലും പരലോകവും അവിടെ നമുക്ക് എന്തുണ്ടാവണം? ഹസനത്ത് ഉണ്ടാവണം എന്നാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. ദുനിയാവിനുള്ളത് തരണേ എന്നല്ല പ്രാർത്ഥിക്കുന്നത്. ദുനിയാവിൽ നമുക്ക് മക്കൾ നൽകിയാല്, നമുക്ക് സമ്പത്ത് നൽകിയാല്, നമുക്ക് ആരോഗ്യം നൽകിയാല്, നമുക്ക് ബുദ്ധി നൽകി കഴിഞ്ഞാൽ അത് ഹസനത്താവണം. ഇന്നത് തരണമെന്നല്ല പറയുന്നത്, അത് ഹസനത്താവണം, അത് പരലോകത്തേക്കുള്ള നന്മക്കുള്ളതായിരിക്കണം എന്നുകൂടി നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം എന്നാണ് ആ പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ അള്ളാഹുവിനോട് സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഇതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം. ചൊവ്വായ വഴിയിലേക്കുള്ള ഹിദായത്ത് ഞങ്ങൾക്ക് തരണേ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികളെയും നമ്മൾ പഠിപ്പിക്കണം, നമ്മുടെ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് പ്രത്യേക ശീലം ഉണ്ടാക്കണം. ഭാര്യമാർക്ക് സാധാരണഗതിയിൽ ഭർത്താവ് ഗൾഫിൽ പോയിട്ട് കിടന്നു വരുമ്പോ
സാധാരണമായിട്ടുള്ള എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വൈകാരികതയാണ്. വിമാനമൊന്നും പ്രശ്നം സംഭവിക്കാതെ നാട്ടിലെത്തിക്കണേ, ഇതൊക്കെ പ്രാർത്ഥിക്കാം. അത് പ്രാർത്ഥിക്കേണ്ടതൊന്നുമല്ല, കാരണം നമ്മുടെ വികാരം തന്നെയാണ് പറയാം. പക്ഷെ എന്റെ ഭർത്താവിനെ ഗൾഫിലേക്ക് പറഞ്ഞേക്കുമ്പോ പടച്ചോനെ, മൂപ്പർക്ക് അവിടെ നിസ്കരിക്കാനുള്ള ഒരു സൗകര്യം അതില്ലാത്തൊരു സാഹചര്യം ജോലി കൊടുക്കരുത് എന്ന് സാധാരണ ഒരു നോർമൽ സ്ത്രീകൾ പ്രാർത്ഥിക്കാറില്ല. അവിടെ ജോലി കിട്ടണേ, നല്ല വിമാനത്തിൽ അങ്ങോട്ട് പറക്കണേ, ഇങ്ങോട്ട് തിരിച്ചു വരണേ എന്നുള്ള ഭൗതികമായിട്ടുള്ള പ്രാർത്ഥന മാത്രമാണ് ഉണ്ടാവാറുള്ളത്. എന്റെ മകന് ഡൽഹിയിലോ ഹൈദരാബാദിലോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്പിലോ പഠിക്കാനുള്ള വലിയ വലിയ ക്വാളിഫിക്കേഷൻ കിട്ടുന്ന ജോലി കൊടുക്കണേ എന്ന് രക്ഷിതാക്കൾ പ്രാർത്ഥിക്കും. പക്ഷെ അതോടൊപ്പം തന്നെ ആ വലിയ ജോലി ഉണ്ടാകുമ്പോഴും അള്ളാഹുവിനെ മറക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി കൊടുക്കരുത്, ഹിദായത്തിൽ നിന്ന് തെറ്റിക്കുന്ന ഒരു സന്ദർഭം അവിടെ ഉണ്ടാക്കരുത് എന്ന് പ്രാർത്ഥിക്കാൻ ചില ആളുകളെങ്കിലും മറന്നുപോകും. അപ്പൊ ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അത് ഏറ്റവും നല്ല സന്ദർഭം കിട്ടുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം ചോദിക്കുക എന്നുള്ളതാണ്. സൂറത്തുൽ ഫാത്തിഹ അഅ്ലമു സൂറത്താണ്, അഫ്ളലു സൂറത്താണ്, അഫ്ളൽ ദുആ ആണ് അതിലൊക്കെ നടക്കുന്നത്. അപ്പൊ അള്ളാഹുവിനോട് ഏറ്റവും നല്ല കാര്യം ചോദിക്കുക എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു അറാബിന്റെ അടുക്കൽ, ഒരു ഗ്രാമീണന്റെ അടുക്കൽ പോയിട്ട് താമസിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ട സംഭവമാണ്, സഹീഹ് ബുഖാരിയിൽ വന്ന ഒരു സംഭവമാണത്. അപ്പൊ അദ്ദേഹം നല്ല ആദരവോടുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പെരുമാറി, നല്ല ആതിഥേയത്വം നൽകി, നല്ല ഭക്ഷണവും താമസ സൗകര്യമൊക്കെ നൽകി. സ്വാഭാവികമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പോരുമ്പോ പറയുന്നുണ്ട്, ഞങ്ങളെ മദീനയിലേക്കും വരണം, എന്റെ അടുത്തും വന്ന് താമസിക്കണം. നല്ല ഇങ്ങോട്ട് കിട്ടുന്നതിനനുസരിച്ച് അങ്ങോട്ട് നല്ല മറുപടിയും നല്ല സ്വീകരണവും വീണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്നതായിട്ട് കാണാൻ കഴിയും. അങ്ങനെ അദ്ദേഹം വരുന്നു മദീനയിൽ. അങ്ങനെ വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ താമസിക്കുന്നു, മദീനയിൽ താമസിക്കുന്നു. സ്വാഭാവികമായിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരൊക്കെ യാത്രയാക്കുന്നുണ്ട്, മസ്ജിദിന്റെ അവിടെ എല്ലാവരും യാത്രയാക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഉദ്ദേശ്യം, നിനക്ക് താല്പര്യമുള്ളത് ചോദിച്ചോളൂ, ഞങ്ങൾ തരാൻ തയ്യാറാണ്, കാരണം അതിഥിയായിട്ട് വന്നതല്ലേ. അപ്പൊ അദ്ദേഹം അത് ചോദിക്കാൻ ആവശ്യപ്പെട്ടപ്പോ ഉടനെ ചോദിക്കുന്നത്, എനിക്ക് ഒരു ആട് ഫാമുണ്ട്, അതിന് കാവൽ നിൽക്കാൻ പറ്റിയ നല്ലൊരു നായനെ വേണം, മദീനയിൽ നല്ല നായ ഉണ്ടാവും, അത് തരുമോ? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ ആരെടുത്താണ് നല്ല നായ ഉള്ളത് അത് ഓർഡർ ചെയ്യുന്നു. ഒരാൾ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് നല്ലൊരു നായനെ കൊടുക്കുകയാണ്. സെൽമാഷിട്ട, ഇനി എന്തിനും വേണം ചോദിച്ചോ, നല്ല ചാൻസ് ആണ്, ചോദിച്ചോ. അപ്പൊ അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, എന്റെ ഭാര്യയ്ക്ക് ഒരു സെർവന്റിന് ആവശ്യമുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ സർവീസ് നടത്താൻ പറ്റിയ സ്ത്രീകളും ഒക്കെ ഉള്ള സന്ദർഭമാണ്, ആ സാഹചര്യമാണുള്ളത്. അപ്പൊ എന്റെ വീട്ടിലേക്ക് ഒരു സെർവന്റിന് വേണം, ഭാര്യയെ സഹായിക്കാൻ വീട്ടിലേക്ക്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല വിധേയത്വമുള്ള അനുസരണശീലമുള്ള ആരടുത്താണ് ജാരിയത്തുള്ളത്, സെർവന്റായിട്ട് നിൽക്കാൻ പറ്റിയത് എന്ന് അന്വേഷിക്കുമ്പോ ഒരു സഹാബിയുടെ വീട്ടിലുണ്ട്. ആ ജാരിയത്തിന് എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമൊന്നല്ല, നല്ല കാശ് കൊടുത്ത് നല്ല ചെലവുള്ള നഷ്ടത്തോടു കൂടിയാണ് ആ അതിഥിക്ക് കൊടുക്കുന്നത്. അങ്ങനെ അതും ലഭ്യമാവുന്നു. ഇനി എന്തെങ്കിലും വേണം ചോദിക്കുമ്പോ, എന്റെ യാത്രക്ക് നല്ല ഒട്ടകമൊന്നുമില്ല, ഇവിടെ നല്ല ഒട്ടകം ഉണ്ടോ? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരടുത്ത് നല്ല ഒട്ടകം ഉള്ളത്, നല്ലൊരു ഒട്ടകം ഓർഡർ ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ വേണ്ട. അപ്പൊ അദ്ദേഹം പോകാൻ തയ്യാറായി. ആ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെയൊക്കെ ഉണർത്തിക്കൊണ്ട് പറയാണ്, അഅജിസ്തും അൻ തകൂനു കഅജൂസ് ബനി ഇസ്രായീൽ ഔ കമാ ഖാല. അതിന്റെ ഉദ്ദേശം ഇതാണ്, നിങ്ങൾ ബനി ഇസ്രായേലിൽ ഒരു വൃദ്ധയുണ്ടല്ലോ, ആ വൃദ്ധയുടെ ശക്തിയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചുകൂടെ എന്ന് ആ അതിഥി കേൾക്കെ തന്നെ സഹാബത്തിനോടായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണം. അപ്പൊ സഹാബത്ത് ചോദിച്ചു, മാ അജൂസു ബനി ഇസ്രായേൽ യാ റസൂലല്ലാഹ്, ബനി ഇസ്രായേലിലെ ആ വൃദ്ധ എന്താണ് ആ ചരിത്രം, അതൊന്ന് പറഞ്ഞു തരുമോ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കണം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കഥ പറയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനി ഇസ്രായേൽ സമൂഹത്തെ ഫലസ്തീനിലേക്ക് ഈ ഒരു പ്രയാസത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നതിനിടയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, അവർ വഴിതെറ്റുകയാണ്. വഴിതെറ്റിയപ്പോ പ്രയാസപ്പെട്ടു, എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് ചോദിച്ചു നോക്കുമ്പോൾ വഴിയെ കുറിച്ചൊന്നും അറിയുന്നില്ല. അപ്പൊ ഒരാൾ പറഞ്ഞു, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, 400 വർഷങ്ങൾക്ക് മുമ്പാണത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു വസിയത്ത് ഉണ്ടല്ലോ, അതെന്താന്ന് പറഞ്ഞാൽ
നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും എന്റെ ഖബർ കൂടി എന്ത് ചെയ്യണം, ഒപ്പം കൊണ്ടുപോകണം എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വസിയത്തുണ്ട്. നമ്മള് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബർ എടുക്കാത്തത് കൊണ്ടായിരിക്കും അത് സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് ഒരാൾ അപ്പോ പറയുന്നു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഭവം വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ ഖബർ എവിടെയാണ്? ആ ഖബർ നമുക്ക് കൊണ്ടുപോകാം. ആ ഖബർ എവിടെയാണ്? അപ്പൊ ആർക്കും ഖബർ എവിടെയുള്ളതെന്ന് അറിയില്ല. എന്ന് പറഞ്ഞാൽ അവിടെ വേണ്ടാത്ത ആചാരങ്ങളോ പ്രാർത്ഥനകളോ ആ ഖബറിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്ന ശീലമോ അവിടെ ഇല്ല എന്നുള്ളതാണ്. ഒരു വസിയത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ആർക്കും അറിയില്ല. അപ്പൊ ഒരാൾ പറയും, ഒരുപാട് വയസ്സുള്ള ഒരു വൃദ്ധയുണ്ട്, ആ വൃദ്ധക്ക് അത് അറിയാൻ സാധ്യതയുണ്ട്. ഒരുപാട് പ്രായമുള്ള ആളാണ്, എവിടെയാണ് ഉള്ളത് എന്ന് അറിയാൻ സാധ്യതയുണ്ട്. ആ വൃദ്ധയോട് ചോദിച്ചു നോക്കുക. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരാളെ വിടും. ആ വൃദ്ധയോട് പോയി ചോദിക്കും, ഇങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോ ഖബർ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബർ എവിടെയാണെന്നുള്ളത് അറിയണം. അപ്പൊ ആ വൃദ്ധ പറയും, എനിക്കറിയാം, ഞാൻ പറഞ്ഞു തരാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഞാൻ ചോദിക്കുന്ന പ്രതിഫലം എനിക്ക് തരണം, എന്നാലേ ഞാൻ തരുള്ളൂ. അപ്പൊ ഓക്കെ, അപ്പൊ എന്താണത് ചോദിക്കുന്നത് എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചപ്പോ ആ വൃദ്ധ പറഞ്ഞത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, താങ്കളുടെ കൂടെ സ്വർഗത്തിൽ എനിക്കൊരു ഇരിപ്പിടമുണ്ട് എന്നുള്ളത് ഉറപ്പ് തരണം, എന്നാലേ കാണിച്ചു തരുള്ളൂ. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അനുചരന്മാരൊക്കെ ഒരുപാട് ജിഹാദ് ചെയ്ത് സ്വർഗത്തിൽ കിട്ടുമോ എന്നുള്ളൊരു ബേജാറിലാണ് നടക്കുന്നത്. അതിനിടയ്ക്ക് ഒരു ഖബർ കാണിച്ചു കൊടുക്കുന്നതിന് സ്വർഗം കൊടുക്കാം എന്ന് എങ്ങനെ വാക്ക് കൊടുക്കും എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. വഹി മുഖേന ഇറക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വൃദ്ധക്ക് ആ വാക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇവിടെ എന്താ സംഭവിച്ചത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭം, ചോദിക്കാൻ പറ്റിയ, ആവശ്യപ്പെടാൻ പറ്റിയ സന്ദർഭത്തിൽ സാധാരണ വൃദ്ധകൾ എന്താ ചോദിക്കുക, എന്റെ മക്കൾ നോക്കില്ല, മരുമക്കൾ നോക്കില്ല, ഒരു മരുന്ന് കിട്ടാൻ പോലും ആവശ്യമില്ല, ഒരു സന്ദർഭമില്ല, എനിക്ക് കടക്കാൻ നല്ല കട്ടിലില്ല, തലയണയില്ല, പായയില്ല, ഇവിടെ കറണ്ട് ഇല്ല, പ്രയാസങ്ങളാണ് സാധാരണ വൃദ്ധകൾ പറയാ. ഇതൊന്നും പറയാതെ ഒരു വീടിനെ കുറിച്ചോ ഒരു കാവൽക്കാരനെ കുറിച്ചോ ഒരു സഹായിയെ കുറിച്ചോ ഇതൊന്നും പറയാതെ ആ വൃദ്ധ എന്താ പറഞ്ഞത്? സ്വർഗത്തിൽ ഒരു ഇരിപ്പിടം വേണമെന്നാണ്. അപ്പൊ ആ സ്പോട്ടിൽ എന്താണോ കിട്ടാൻ സാധ്യതയുള്ള ആ സന്ദർഭത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം അങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വൃദ്ധയുടെ ധൈര്യമെങ്കിലും ആ ശക്തിയെങ്കിലും നിങ്ങൾക്കൊക്കെ കാണിച്ചുകൂടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് എന്താണ് എന്നുള്ളത് ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലുണ്ടാവണം. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമായിരിക്കണം. നമ്മുടെ ദുനിയാവിലും പരലോകത്തും നമുക്ക് ഉപകാരം കിട്ടുന്ന ഒരു കാര്യമായിരിക്കണം നമ്മൾ ചോദിക്കേണ്ടത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അഥവാ പ്രാർത്ഥനയുടെ ഒരു പ്രോട്ടോകോൾ, അതിന്റെ ഒരു മുൻഗണനാക്രമത്തെ കുറിച്ച് സൂറത്തുൽ ഫാത്തിഹ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ചോനെ നേരായ വഴി കാണിച്ചു തരുന്നതെന്നാണ്. ഹദ എന്നാണ് അതിന്റെ അർത്ഥം. ഹദ എന്ന് പറഞ്ഞാല് സാധാരണ നമ്മൾ ഹദിയത്ത് എന്ന് പറയുന്നുണ്ട്. ഹദിയ എന്ന് പറഞ്ഞാൽ എന്താ? ഗിഫ്റ്റ് ആണ്. അതും ഇതും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ സമ്മാനം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഹിദായത്താണ്. വഴി അറിയാതിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം. വഴി അറിയാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം. ഭക്ഷണം കിട്ടാതിരിക്കുക, നമ്മൾ എവിടെയെങ്കിലും ദീർഘയാത്ര പോയിട്ടുള്ള ആളുകൾക്കറിയാം. അപ്പൊ ഉംറക്ക് എവിടെയെങ്കിലും പോയ ആളുകളോ ഹജ്ജിന് പോയ ആളുകളോ കൂട്ടം തെറ്റിയിട്ട് ഒരാൾ നടന്നിട്ട് കാണാതിരിക്കുമ്പോഴുണ്ടാകുന്ന പ്രയാസം, അതാണ് ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത്. മക്കള് രക്ഷിതാക്കളോട് സഞ്ചരിക്കുന്ന ഇടയിൽ മക്കള് എവിടേക്കോ പോകുന്നു, അതോടുകൂടി ആ മക്കൾക്ക് ഉണ്ടാകുന്ന ബേജാർ ഇപ്പോഴും 50 വയസ്സായാലും 60 വയസ്സായാലും 70 വയസ്സായാലും ഏറ്റവും പ്രയാസത്തോടു കൂടി ഓർക്കുന്ന ഒരു കാര്യം, പെട്ടെന്ന് നോക്കി അന്വേഷിച്ച് നോക്കും, വാപ്പാനെയും ഉമ്മാനെയും കാണുന്നില്ല എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയും. ഇപ്പോൾ നമ്മളത് ഓർത്തു വെക്കും. അപ്പോ വഴി അറിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡയറക്റ്റ് പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടിയതാണ്. കാരണം അവർ യാത്ര ചെയ്യുന്നവരാണ്, മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. അതിനിടയ്ക്ക് ഓട്ടകം നഷ്ടപ്പെടുകയോ ദിശ അറിയാതിരിക്കുകയോ ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു ബേജാറ് അവർക്ക് ലൈവായിട്ട് അതറിയാം. നമുക്കും അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. ഏത് കാലഘട്ടത്തിലും അങ്ങനെയുള്ള അനുഭവങ്ങളുള്ള ആളുകൾ ഉണ്ടാവും.
അപ്പൊ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്, ഹദിയ എന്ന് പറയുന്നത് ഹിദായത്താണ്. അതാണ് ആദ്യം ഈ ഹുദ എന്നുള്ള പദത്തെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അൽ ഇമാം റാഗിബുൽ അസ്ഫഹാനി, ഖുർആൻ പഠിക്കുന്ന ആളുകളായതുകൊണ്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു പണ്ഡിതന്റെ പേരാണ് അൽ ഇമാം റാഗിബുൽ അൽ അസ്ഫഹാനി. റാഗിബുൽ അസ്ഫഹാനി എന്ന് പറയുന്നത് ഇറാനിലെ പണ്ഡിതനാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയത്, അൽ മുഫ്രദാത്ത് ഫി ഗരീബിൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ പദങ്ങൾ വെച്ചുകൊണ്ട് ഒരു ഡിക്ഷണറി ആദ്യമായിട്ട് എഴുതിയത് ഒരു അനറബിയാണ്. ഇന്നും അറബ് ലോകത്ത് ഏത് മുഫസ്സിറുകളും ഏത് പണ്ഡിതന്മാരും അവലംബിച്ചിട്ടുള്ളത്, ഏത് തഫ്സീറുകളിലും അവലംബിച്ചിട്ടുള്ളത് ഇമാം റാഗിബുൽ അൽ അസ്ഫഹാനിയുടെ അൽ മുഫ്രദാത്ത് ഫി ഗരീബിൽ ഖുർആൻ എന്ന് പറയുന്ന ഖുർആനിക് ഡിക്ഷണറിയെ അവലംബമാക്കിയിട്ടാണ് എല്ലാ മുഫസ്സിറുകളും തഫ്സീറുകൾ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഈ ഒരു ഹിദായത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് ഒരു കാര്യമുണ്ട്. ഒന്ന്, ഹിദായത്ത് ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ജന്മന നമുക്ക് കിട്ടേണ്ട കോമൺ സെൻസ് ആണ്, ബുദ്ധിപരമായിട്ടുള്ള ഒരു ഹിദായത്ത്. ജനിക്കുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിപരമായിട്ടുള്ളൊരു ഹിദായത്ത് കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ ഹിദായത്ത് അതാണ്. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് വേണ്ടത്, ഏതാണ് വേണ്ടാത്തത് എന്നുള്ള ഒരു കോമൺ സെൻസ് മനുഷ്യന്റെ മനസ്സിലുണ്ട്, ഹൃദയത്തിലുണ്ട്, മസ്തിഷ്കത്തിലുണ്ട്. അതാണ് ഒന്നാമത്തെ ഹിദായത്ത്. രണ്ടാമത്തെ ഹിദായത്ത്, മനുഷ്യന് ഗൈഡൻസ്, മാർഗനിർദ്ദേശം കൊടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാരെ നിയോഗിക്കുകയും വ്യത്യസ്ത വേദഗ്രന്ഥങ്ങൾ നൽകുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഹിദായത്ത്. അപ്പൊ നമ്മുടെ ഈ ഫസ്റ്റ് കിട്ടുന്ന ഹിദായത്ത് ഉണ്ടല്ലോ, ഒരു കോമൺ സെൻസ്, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ വേദഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന ഹിദായത്തിലേക്ക് ലയിക്കണം, അതിലേക്ക് നമ്മൾ ടച്ച് ചെയ്യണം, അതിന് പൂരകമായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. അതാണ് രണ്ടാമത്തെ ഹിദായത്ത് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഹിദായത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനും അല്ലെങ്കിൽ തൗറാത്തും വേദഗ്രന്ഥങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ വേദഗ്രന്ഥങ്ങളിലേക്ക് മനുഷ്യർ അതിനുള്ളൊരു തൗഫീഖ് കിട്ടുക എന്ന് പറയുന്നത്, അത് സ്വീകരിക്കാനുള്ള ഒരു ഹിദായത്ത്. അപ്പൊ നല്ല കോമൺ സെൻസ് ഉള്ള ആളായിരുന്നു ഫിറഔൻ, അബൂലഹബ്, അബൂജഹല്, ഉത്ബ, ഷൈബ. ഇവരുടെ ബുദ്ധി, അവരുടെ ശാസ്ത്രബോധം എന്നൊക്കെ പറയുന്നത് വളരെ ഉയർന്നതാണ്. അതുകൊണ്ട് അവർ അത്രയും വലിയ നേതാക്കന്മാരായത്. അവർക്ക് നല്ല കോമൺ സെൻസ് ഉള്ളതുകൊണ്ട്, ബുദ്ധിശക്തി ഉള്ളതുകൊണ്ടാണ്. അവരുടെ അടുത്തേക്ക് മൂസാ നബി വന്നിട്ടുണ്ട്, അവരുടെ അടുത്തേക്ക് ഇബ്രാഹിം നബി വന്നിട്ടുണ്ട്, അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ആ റിസാലത്തും അതും തമ്മിൽ ടച്ചായില്ല. അവരതിനെ പൂരകമാക്കി ജീവിതത്തിൽ കൊണ്ടുപോകാൻ അവർ തീരുമാനിച്ചില്ല, അവർ നിഷേധിച്ചു. നേരെ മറിച്ച് ഒരു ബന്ധവുമില്ലാത്ത കോമൺ സെൻസ് ഉണ്ട്, അള്ളാഹുവിന്റെ കിതാബുകളുണ്ട്, പ്രവാചകന്മാരുണ്ട്. സാധാരണ അവിടെയുള്ള ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരാളൊന്നുമല്ല. മദീനയുടെ ഏതോ ഒരറ്റത്തിൽ നിന്ന് അയാളുടെ കോമൺ സെൻസിലുണ്ട്, ശരി ഏതാണ് തെറ്റേതാണെന്നുള്ള ഒരു മനസ്സ് അയാളുടെ മനസ്സിലുണ്ട്. അപ്പോ ആ പ്രവാചകന്മാർ അല്ലെങ്കിൽ ആ പ്രബോധകന്മാർ വന്നപ്പോ അതിനോടുള്ളൊരു ബന്ധം അത് മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ പകർത്തണം എന്നുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന് കൊടുത്തു എന്നുള്ളതാണ് സൂറത്ത് യാസീൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ മൂന്നാമത്തെ ഹിദായത്ത്. നാലാമത്തെ ഹിദായത്ത്, അങ്ങനെ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. നാളെ പരലോകത്ത് ഈ ഹിദായത്തൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ റിസാലത്തും ഇസ്ലാമിക പ്രബോധനവും ഖുർആനും ഒക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി കൊണ്ടു നടക്കുമ്പോൾ നാളെ പരലോകത്ത് മലക്കുകളൊക്കെ വന്നിട്ട് ഇതാ ഈ സ്വർഗത്തിലേക്ക് ഇങ്ങോട്ട് പ്രവേശിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്നു കൊടുക്കുമ്പോ അവർ പറയുന്ന ഒരു വർത്തമാനമുണ്ട്, അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ. ഈ ഒരു ലക്ഷ്യത്തിലേക്ക്, ഞങ്ങളെ ഹിദായത്തിലേക്ക് നയിച്ച അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇത് നാലും പൂരകമായിട്ടുണ്ടാവേണ്ടതാണ്. അപ്പോ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോ നമ്മുടെ മൈൻഡിൽ ഇതെല്ലാം ഉണ്ടാവണം. പടച്ചോനെ, ആ ബുദ്ധിയിൽ തന്നെ ഞങ്ങളെ നിലനിർത്തണേ, ആ കോമൺ സെൻസിൽ തന്നെ നിലനിർത്തണേ. റിസാലത്ത് വരുമ്പോ, ഇസ്ലാമിന്റെ നിയമങ്ങൾ കേൾക്കുമ്പോ അത് സ്വീകരിക്കാനും അത് മനസ്സിലാക്കാനും അവസാനം ആ ഒരു സത്യസന്ദേശം ജീവിതത്തിൽ ഞങ്ങൾ പകർത്തിയതുകൊണ്ട് നാളെ സ്വർഗത്തിലേക്ക് ഞങ്ങളെ കൊണ്ടു നടത്തണേ എന്ന് പറയുന്നതെല്ലാം ഇതിന്റെ ഉള്ളിൽ ഉൾച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് മുഫസ്സിറുകൾ പറയുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അതാണ് ഒരു കാര്യം അതിന് മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മളെ ഖുർആനിൽ ഹിദായത്തുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ 2-3 ശൈലികളിൽ പറയുന്നുണ്ട്. അതുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഹിദായത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒന്ന്,
ഫഹ്ദൂഹും ഇലാ സിറാത്തിൻ മുസ്തഖീം എന്ന് കാണാൻ കഴിയും. ഇലാ സിറാത്തിൻ മുസ്തഖീം, ഹദാ ഇലാ. ഹദാ ഇല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതാ ശരി എന്ന് അറിയില്ല. ഏതാണ് ഇസ്ലാമിക നിയമം, സാമ്പത്തിക നിയമം, അതിൽ രാഷ്ട്രീയ നിയമം എന്താണ്, കുടുംബ നിയമം എന്താണ്, അല്ലെങ്കിൽ ഇസ്ലാം എന്താണ്, നന്മ എന്താണെന്ന് അറിയാതെ യഥാർത്ഥ വഴിയിലേക്ക് വരാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്കുള്ള വഴിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ആ മാർഗത്തിലേക്ക് വരുന്ന പ്രക്രിയക്കാണ് എന്ത് പറയാ, ഹദാ ഇല എന്ന് പറയാം. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഇസ്ലാമിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇസ്ലാമിന്റെ തന്നെ എല്ലാ വശങ്ങളെ കുറിച്ച് നമുക്ക് ഒരുപക്ഷെ അറിഞ്ഞുകൊള്ളുന്നില്ല. ഇപ്പോ ഇസ്ലാമിന്റെ പലിശയുമായി ബന്ധപ്പെട്ട നിയമം വ്യത്യസ്തമായിട്ടുള്ള സാമ്പത്തിക മേഖലകളിലൊക്കെ ഉണ്ട്. പക്ഷെ അതിലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ കാര്യങ്ങൾ നമുക്ക് അറിയില്ല. അങ്ങനെ അറിയാത്തൊരു സാഹചര്യം നമുക്ക് ഉണ്ടാവാം. അപ്പോ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, പഠിച്ചോനെ അതിലെ ശരി കൂടി ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണേ, അതിലേക്ക് ഞങ്ങൾ എത്തിക്കണേ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ്, നമ്മൾ ആ വഴിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവസാനം വരെ ആ ഡെസ്റ്റിനേഷൻ, ആ ഒരു എവിടെയാണോ നമ്മുടെ ലക്ഷ്യം, അത് എത്തുന്നവരെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ അതിൽ ക്ഷമാപൂർവം അതിൽ തന്നെ നിലനിർത്തുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ കൂടിയുണ്ട്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പോരാ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടത് എന്നുള്ളത് ഖുർആൻ സുന്നത്ത് അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കി, ഫിഖ് അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കി, അതിലേക്ക് നമ്മൾ വന്നു. പക്ഷെ ഇത് നമ്മൾ 65ഉം 70ഉം അള്ളാഹുവിന്റെ ആയുസ് നമുക്ക് എത്രത്തോളം ഉണ്ടോ അതുവരെ കൊണ്ട് നടക്കേണ്ടതാണ്, ക്ഷമയോടുകൂടി കൊണ്ട് നടത്തേണ്ടതാണ്. അതിൽ നിന്ന് ഒരുപക്ഷെ നമ്മൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, പടച്ചോനെ ഞങ്ങൾ വഴിയിലേക്ക് വന്നിട്ട് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ പൈശാചികമായിട്ടുള്ള വസ്വാസുകൾ എപ്പോഴും വരാൻ സാധ്യതയുണ്ട്. ആ റൂട്ടിൽ നിന്ന് തെറ്റാൻ സാധ്യതയുണ്ട്, ഒരു യു ടേൺ അടിക്കാൻ സാധ്യതയുണ്ട്, തിരിച്ച് വേറെ ഏതെങ്കിലും ഒരു സർവീസ് റോഡിൽ അങ്ങോട്ട് പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അള്ളാഹുവിനോട് പറയാണ്, ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ മരിക്കുന്നത് വരെ, സ്വർഗത്തിലേക്ക് എത്തുന്നത് വരെ, ത്രൂ ഔട്ട് ആ വഴി യാത്ര മുഴുവൻ യാത്രയിലും ആയുസ് മുഴുവനിലും അള്ളാഹുവെ ഞങ്ങൾ ആ ഹിദായത്തിൽ തന്നെ പിടിച്ചു നിർത്തണേ എന്നുള്ളതാണ് അവിടെ രണ്ടാമതായിട്ട് അർത്ഥം വരുന്നത്. നമുക്കത് ആവശ്യം വരും. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഒറ്റപ്പാലത്തേക്ക് അല്ലെങ്കിൽ ചെർപ്പളശ്ശേരി വല്ലപ്പുഴയിലേക്ക് എനിക്കിവിടെ ആദ്യം വരുമ്പോ എങ്ങനെ വഴി അറിയില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും എന്ത്, നിങ്ങൾ ഇവിടുന്ന് നേരെ ഈ വഴിയിലേക്കാണ് പോകേണ്ടത് എന്ന് പറഞ്ഞാൽ വഴി എനിക്ക് മനസ്സിലായി, ശരി തന്നെയാണ്. പക്ഷെ എനിക്ക് ചെർപ്പളശ്ശേരി എത്തുന്നവരെ ഈ വഴിയിലൂടെ പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്റെ സ്വസ്ഥത അസ്വസ്ഥത മാറില്ല. ഒരുപാട് വഴികൾ ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്, തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ഗൂഗിൾ മാപ്പൊക്കെ വെച്ചിട്ട് അതങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിലർത്തിക്കൊണ്ടിരിക്കും. ഇടക്ക് ഗൂഗിൾ മാപ്പിനും ചെറിയ അസ്വസ്ഥതകൾ, അത് ശരിയാണോ എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ വീണ്ടും നമ്മൾ വിളിച്ചു ചോദിക്കും, ഇതന്നെയാണോ, ഈ വഴി തന്നെയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമല്ലോ. തെറ്റാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട്. അവസാനം ഞാൻ അങ്ങനെ പോയി എന്റെ ചെർപ്പളശ്ശേരി വീടിന്റെ അതുവരെ, അല്ലെങ്കിൽ ഞാനൊരു അതിഥിയായിട്ടൊരു വീട്ടിലേക്ക് പോകുമ്പോ ഗൂഗിൾ മാപ്പൊക്കെ അയച്ചു തന്നിട്ട് ആ റൂട്ടിലേക്ക് കയറിയിട്ട് വന്നു കഴിഞ്ഞാലും യാത്ര മുഴുവനും അതിന്റെ ഡയറക്ഷൻ ആവശ്യമായി കൊണ്ടേയിരിക്കും നമുക്ക്. എന്നിട്ട് അവസാനം ഒരു സ്ഥലത്തേക്ക് എത്തി, അവിടെ 3-4 വീടുകൾ കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ആ സ്ത്രീകളെ പറയും, യു ഹാവ് റീച്ച്ഡ് യുവർ ഡെസ്റ്റിനേഷൻ. പക്ഷെ അത് എത്തിക്കഴിഞ്ഞാലും പിന്നെ ഏത് വീടാണെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാത്തൊരു പ്രശ്നം വരും. ഇതിലൂടെ കയറേണ്ടത് അതിലൂടെ കയറേണ്ടതുള്ള പ്രശ്നം നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അവിടുന്ന് ഫോൺ വിളിച്ചിട്ട് കൃത്യമായിട്ട് വരും. ആ ലാസ്റ്റ് എൻട്രൻസ്, ആ ലാസ്റ്റ് പ്രവേശിക്കുന്നതിനാണ് ഹദാ ലി എന്ന് ഉപയോഗിക്കുക. അവസാനത്തിൽ നമ്മൾ കയറുന്ന നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക്, അതാണ് സ്വർഗം. അൽഹംദുലില്ലാഹില്ലദി ഹദാനാ ലിഹാദാ. ഖുർആനെ കുറിച്ച് പറഞ്ഞില്ലേ, യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ അതിന് അർത്ഥം പറയാറുള്ളത് നല്ല വഴിയിലൂടെ നടത്തുന്നതാണ്. ശരിക്കും അത് ഭാഷാപരമായിട്ട് അതല്ല. ഈ ഖുർആൻ അവസാനം നിങ്ങളിലേക്ക് എത്തിക്കുക. നിങ്ങൾ ഖുർആനിലേക്ക് പ്രവേശിച്ചു, കുടുംബ നിയമത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അവസാനം ഏറ്റവും അഖ്വമായിരിക്കും. ഇസ്ലാമിന്റെ ഒരു രാഷ്ട്രീയ സിദ്ധാന്തമുണ്ട്. നിങ്ങൾ അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ അവസാനം അഖ്വം, അത് ഏറ്റവും സുന്ദരമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും. ഒരു ദുർബലതയും ഇല്ലാത്ത ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് നിങ്ങൾ എത്തിപ്പെടുക എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ ഖുർആനിലേക്കാണ് പ്രവേശിച്ചു കഴിഞ്ഞാൽ, അതിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം എത്തിപ്പെടുന്നത്
ഏറ്റവും സുന്ദരമായ രീതിയിലായിരിക്കും. അത് ഇസ്ലാമിന്റെ സാമ്പത്തിക സിദ്ധാന്തം, കുടുംബ നിയമം, ആരാധനാ നിയമം, ഏത് നിയമത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ലില്ലത്തി ഹിയ അഖ്വം, ലില്ലത്തി യഹ്ദി ലില്ലത്തി, അതിന്റെ എൻഡ്, അതിന്റെ ആ പര്യവസാനം ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കും എന്നാണ് ആ ആയത്തിന്റെ അർത്ഥം. ഭാഷാപരമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് അതിനർത്ഥം പറയേണ്ടതുണ്ട്. നിങ്ങൾ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവസാനം മോശമായിരിക്കില്ല എന്നതിന്റെ അർത്ഥം. അത് ദുനിയാവിന് മോശമായിരിക്കില്ല, പരലോകത്ത് മോശമായിരിക്കില്ല, സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോ ഹദ എന്ന് പറയുന്ന പ്രയോഗം ഖുർആനിൽ വന്നതനുസരിച്ച് തന്നെ ഇഹ്ദിന സിറാത്ത് എന്ന് നമ്മൾ പറയുമ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. ഇതെല്ലാം മനസ്സിലേക്ക് കടന്നു വന്ന് അസ്സിറാത്തൽ മുസ്തഖീം. സാധാരണ നമ്മൾ പറയുമ്പോൾ നല്ല വഴിയിലേക്ക് പ്രവേശിപ്പിക്കണേ, വഴി കാണിക്കണേ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഖുർആനിലെ പദാണല്ലോ ഇത്. ആ പദം ഏതൊക്കെ ശൈലിയിൽ വന്നിട്ടുണ്ട് എന്നത് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ അർത്ഥത്തിലൊക്കെ അത് വന്നിട്ടുണ്ട്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഇനി സിറാത്തിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുക. സിറാത്ത് എന്ന് പറഞ്ഞ വഴി എന്നാണ് നമ്മൾ പറയാം. പക്ഷെ വഴി എന്നുള്ളതിന് ഖുർആനിൽ സിറാത്ത് മാത്രമല്ല, സബീൽ എന്നുണ്ട്, മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഹജ്ജിന് വേണ്ടിയിട്ട് പ്രഖ്യാപനം നടത്തിക്കോളൂ. ഏത് വഴിയിലൂടെയും നാരോ പാസേജിലൂടെ, ഇടുങ്ങിയ വഴിയിലൂടെ ഒക്കെ ആളുകൾ ഹജ്ജിന് വരുന്നത്. ഫജ്ജ് എന്ന് പറഞ്ഞാല് വഴി എന്നാണ് അർത്ഥം, സബീൽ എന്ന് പറഞ്ഞാൽ വഴി എന്നാണ് അർത്ഥം, തരീഖ് എന്ന് പറഞ്ഞാൽ വഴി എന്നാണ് അർത്ഥം. ഇതൊക്കെ ഖുർആനിലുമുണ്ട്, ഹദീസിലുമുണ്ട്. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് കൃത്യമായിട്ട് അസ്സിറാത്ത് എന്നുള്ള പദം ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ ആ സിറാത്തിന് ഒരു പ്രത്യേകമായ അർത്ഥമുണ്ട്. അതെന്താണ്? ഒരർത്ഥം അതിന് പ്രത്യേകമായിട്ട്. സിറാത്ത് എന്നുള്ള പദത്തിന്റെ ബേസ് അർത്ഥം അറബികൾ ഉപയോഗിച്ചിരുന്നത്. കാരണം അറബികൾ ഉപയോഗിച്ച ഭാഷാപരമായ പ്രയോഗത്തിൽ നിന്നാണ് അതിന്റെ ആശയവും വരിക. അവരത് എടുത്തിട്ടുള്ളത് സുറാത്ത് എന്ന പദത്തിൽ നിന്നാണ്. സുറാത്ത് എന്ന് പറഞ്ഞാല് നേരെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന വാളുകളാണ്. വാളുകൾ പല വാളുകളുണ്ട്, അങ്ങനെ വളഞ്ഞിട്ടുണ്ടാവും. നമ്മൾ തന്നെ ഉപയോഗിക്കുന്നില്ല, പിച്ചാത്തി, കടുപ്പോത്തി, മടാള്, അരിവാള് എന്ന് പറഞ്ഞിട്ട് പല കോലത്തിലും നമ്മൾ കത്തികൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഡയറക്റ്റ് ആയിട്ട് നിൽക്കുന്ന, സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന വാളുകൾക്കാണ് എന്തെന്ന് അറബിയിൽ പറയാം സുറാത്ത്. അതിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത് സിറാത്ത് എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ആയിട്ടുള്ള വഴിയാണ്, വളവും തിരിവില്ല, സർവീസ് റോഡുകളൊന്നുമല്ല. ഇത് കൃത്യമായിട്ട് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു വഴിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. സ്ട്രൈറ്റ് ആണ്. സ്ട്രൈറ്റ് ആണെന്ന് മാത്രമല്ല, അത് ഇടുങ്ങിയതല്ല, വളവും തിരിവുകളില്ല. അതോടൊപ്പം തന്നെ അതിന്റെ ഒരു പ്രത്യേകത ഉള്ളത് വളരെ ദീർഘമുള്ളതാണ്. അത് ചെറിയ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു കത്തി എടുത്തുള്ള സുറാത്ത് എന്ന് പറയില്ല. ചെറിയൊരു കത്തിയാണ്, സ്ട്രൈറ്റ് ആണ്, അതിന് സുറാത്ത് എന്ന് അവർ ഉപയോഗിക്കില്ല. അതിന് നല്ല ദീർഘമുള്ള വാളുകൾക്കാണ് എന്ത് പറയാ സുറാത്ത് എന്ന് പറയാം. അപ്പോ വളരെ വീതി കൂടിയ, വളരെ നീളമുള്ള, വളരെ വിശാലമായിട്ടുള്ള വഴിക്കാണ് എന്താ അറബിയിൽ പറയാ സിറാത്ത് എന്ന് പറയാം. അപ്പൊ ആ പദം വരുന്നതോടുകൂടി എന്തൊക്കെ അർത്ഥങ്ങൾ അതിൽ വന്നു ചേരും? ആ വഴിക്ക് എന്തൊക്കെ പ്രത്യേകതകളുണ്ടോ അതെല്ലാം ഈ സിറാത്തിന്റെ പ്രത്യേകതകളാണ്. ഒന്നാമതായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അതിലെല്ലാവരെയും ഉൾക്കൊള്ളും. വലിയൊരു ഹൈവേയിലൂടെ പോകാം എന്ന് പറഞ്ഞാൽ ചിലർക്ക് കാണാൻ ലോറി ഇതിലൂടെ പോകരുത്, ഇത്ര കിലോ ഭാരമുള്ളത് ഇതിന് പോകരുത്. അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിലൂടെ പോകുമ്പോൾ ഇത്ര ഉയരമുള്ളത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഇലക്ട്രിസിറ്റി തട്ടാതിരിക്കാൻ വേണ്ടി വേറൊരു സാധനം അവിടെ വെച്ചിട്ടുണ്ടാവും. തടസ്സങ്ങൾ ഒരുപാടുണ്ടാവും. പക്ഷെ സിറാത്തിന് അതുണ്ടാവില്ല. സിറാത്തിന് ഏത് വാഹനങ്ങൾക്കും യാത്ര ചെയ്യാം, ഏത് മനുഷ്യ വിഭാഗത്തിനും യാത്ര ചെയ്യാം. സ്ത്രീകൾക്ക് വരാം, കുട്ടികൾക്ക് വരാം, വൃദ്ധന്മാർക്ക് വരാം, തൊഴിലാളികൾക്ക് വരാം, മുതലാളിമാർക്ക് വരാം, കറുത്തവന് വരാം, വെളുത്തവന് വരാം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു പാതയാണ് സിറാത്ത് എന്ന് പറയുന്നത്. ആ പദത്തിന്റെ ഉദ്ദേശം തന്നെ അതാണ്, അതിൽ അടങ്ങിക്കിടക്കുന്നതാണ്. എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നു. നമ്മൾ നേരത്തെ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞപ്പോൾ അൽ ആലമീൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് അതിന്റെ കണക്ഷൻ അൽ ആലമൂൻ എന്ന് പറയുന്നത് എല്ലാ ജനവിഭാഗങ്ങളുമാണ്. ഞാൻ പ്രത്യേകം അത് പഠിക്കാൻ വേണ്ടി പറഞ്ഞു. അൽ ആലമീൻ എന്നുള്ള പദം സാധാരണ നമ്മൾ സസ്യങ്ങളെയും മൃഗങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറയാറുള്ളത്. അള്ളാഹു സുബ്ഹാനഹു എല്ലാത്തിന്റെയും റബ്ബനെയാണ്. പക്ഷെ അൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ഈ ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാത്രമാണ് ഖുർആനിൽ വന്നിട്ടുള്ളത് എന്ന് പഠിക്കാൻ വേണ്ടി, അതിന്റെ പദത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പറഞ്ഞു. മുഫസ്സിറുകൾ പല ആളുകളും അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എന്റേതായ ഒരു ഭാഷയിൽ നിന്ന് പറയല്ല. പല മുഫസ്സിറുകളും അതിനെ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആലമീൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എന്ന് പറയുന്ന ലോകാണ്, തൊഴിലാളികളുടെ ലോകാണ്, മുതലാളിമാരുടെ ലോകാണ്, കറുത്തവർഗർ ഒരു ലോകാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടാണ് ആളുകൾ ഉള്ളത്. അവരെല്ലാവരെയും ഉൾക്കൊള്ളും എന്നാണ് അതിന്റെ അസ്റാത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ ഈ വഴി ഇങ്ങനെയാണെങ്കിൽ ഒരാശയം അതാണ്. അപ്പൊ ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവും. ഈ ഇസ്ലാം എന്ന് പറഞ്ഞാല് ജാതീയതയില്ല, വംശീയതയില്ല, വർഗീയതയില്ല,
എല്ലാവരെയും കൂട്ടിപ്പിടിക്കും. അപ്പൊ നിസ്കരിക്കാനൊക്കെ വരുമ്പോ എല്ലാവരെയും കാണാൻ കഴിയും. ഇപ്പൊ അടുത്തൊരു സുഹൃത്ത് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു മുതലാളി പിന്നെ മുസ്ലിമാണ്. അദ്ദേഹം അതാണ് പറയുന്നത്, അദ്ദേഹത്തിന്റെ ആദ്യത്തെ അനുഭവം പറയാണ്. അദ്ദേഹത്തെ എല്ലാവരും ആദരിക്കുന്നു, എന്റെ ബോസ് എല്ലാവരുടെയും ആദരവ് കിട്ടുന്ന ബോസാണ്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ അങ്ങനെ നിൽക്കൊന്നുമില്ല, ആരും നിൽക്കില്ല. നല്ല ശമ്പളമുള്ള വലിയ ഉയർന്ന പോസ്റ്റിലാണ് എന്റെ ബോസ് ഉള്ളത്. ഞാൻ ആ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഓഫീസിൽ അവിടെ അടിച്ചു പോരാൻ വരുന്ന ആളുകൾ അത്രക്ക് ഭവ്യതയിലാണ് അവിടെ വരാറുള്ളത്, അടിച്ചു പോരാൻ വരുന്ന ആൾ. അപ്പൊ ഞാൻ അവിടെ ഓഫീസിൽ ഇരിക്കുമ്പോ അവിടെ അടിച്ചു പോരുന്ന ആളുകളൊക്കെ, വൃത്തിയാക്കുന്ന ആളുകളൊക്കെ, സെർവന്റുകളൊക്കെ അതിലൂടെ കടന്നു വരാറുണ്ട്, ഞാൻ കാണാറുണ്ട്. പക്ഷെ ഇതേ ആളുകൾ, അദ്ദേഹം ഒരു മുസ്ലിം സുഹൃത്താണ്, ഈ പള്ളിയിലേക്ക് പോയിട്ട് അദ്ദേഹത്തിന് ഇത് കാണാനുള്ള അവസരം ഉണ്ടായപ്പോ എല്ലാവരും ബഹുമാനിക്കുന്ന ആ ബോസ് അദ്ദേഹത്തിന്റെ റൂമിൽ വന്നിട്ട് അടിച്ചു പോരാൻ വേണ്ടി വരുന്ന സെർവന്റായ അയാളുടെ പിന്നിൽ മഅ്മൂമായിട്ട് നിസ്കരിക്കുന്നത് കണ്ടപ്പോ ഇയാൾക്ക് ഭയങ്കര അത്ഭുതം. അദ്ദേഹം അതാണ് പ്രകടിപ്പിച്ചത് ഫേസ്ബുക്കിൽ പറഞ്ഞിട്ട്. ഞാൻ ആകെ അന്തം വിട്ടുപോയി. ആ സെർവന്റ് ഇവിടെ ഓഫീസിൽ വരുമ്പോ എത്രമാത്രം ഭവ്യത കാണിക്കുമോ അത്രമാത്രം ഭവ്യത കാണിച്ച് നിൽക്കുന്ന ഒരാള്, അദ്ദേഹം അവിടെ നിസ്കരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒന്നും എടുത്തിട്ട് പോയിട്ട് ഇയാളുടെ ബാക്കിലാണ് നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞത്. ഇതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അശ്റാത്ത്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മതമാണിത്. പടച്ചോനെ, ആ ഇസ്ലാമിലേക്കാണ് എന്നെ വഴി നടത്തേണ്ടത്. കുരിഷ്ടില്ലാത്ത, അസൂയയില്ലാത്ത, വർഗീയതയില്ലാത്ത, വംശീയതയില്ലാത്ത, അഹങ്കാരമില്ലാത്ത, മനുഷ്യരെ മുഴുവനും ഏക മനുഷ്യരായിട്ട് കാണുന്ന, സഹോദരന്മാരായിട്ട് കാണാനുള്ള ഒരു മനസ്സ് എനിക്ക് തരണേ പടച്ചോനെ എന്നാണ് ആ സിറാത്ത് എന്നുള്ള പദം പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. പിന്നെ ലോങ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു വേറൊരു പ്രശ്നമുണ്ട്. അതെന്താണ്? അത് വളരെ ദീർഘമുള്ളതാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ദുർഘടമുള്ളതായിരിക്കും. ദീർഘമുള്ള യാത്ര ഇവിടുന്ന് ഈ ബിൽഡിങ്ങിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് പോകാണെങ്കിൽ അത്ര വലിയ പ്രശ്നമില്ല. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ദൂരം ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് അപകടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ബൈക്കിൽ വരാത്തത്. പന്നികൾ വരും, നായകൾ വരും, വേറെ ലോറികൾ, ഇയാൾ ബൈക്കുകാരനാണ് എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ തട്ടിയിട്ട് പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ ദീർഘമുള്ള യാത്രയിൽ നമ്മൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള വാഹനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അത് വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആ സിറാത്ത് ദീർഘമുള്ളതാണ് എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ ആയിട്ട് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നതല്ല, കൊണ്ടു നടക്കാൻ പറ്റും. പക്ഷെ എപ്പോഴും സുഖസുന്ദരമായിട്ട് മാത്രം പോകാൻ പറ്റുന്നതാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. സ്വർഗത്തിലേക്കെത്താൻ നമ്മൾ ജനിച്ചു, ഈ മഠത്തിൽ ജനിച്ചു, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, ഒരു കുഴപ്പമില്ല, അങ്ങനെ സുഖസുന്ദരമായിട്ട് പോകാൻ പറ്റുന്നതല്ല ഈ വഴി എന്ന് പറയുന്നത്. ത്യാഗം വേണ്ടിവരും, സമ്പത്ത് കൊടുക്കേണ്ടി വരും, ശരീരം കൊടുക്കേണ്ടി വരും, നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ മാറ്റിവെക്കേണ്ടി വരും, എല്ലാം ഇസ്ലാമിന് വേണ്ടി സമർപ്പിക്കേണ്ടി വരും, അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കേണ്ടി വരും, സ്വർഗത്തിന് വേണ്ടി സമർപ്പിക്കേണ്ടി വരും. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗം കിട്ടണമെങ്കിൽ അവസാനം വരെ നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ ഇത് ദീർഘമുള്ള യാത്രയാണ്, കുറച്ച് പ്രയാസം സഹിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ മുനാഫിഖുകളെ കുറിച്ചിട്ട് ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. ആ ഖുർആനിൽ പറയുന്നതിന്റെ ഉദാഹരണം എന്താണ്? സൂറത്തുൽ ബഖറയിൽ ഒരു ഉദാഹരണം പറയുന്നത് ഔ കസയ്യിബിൻ മിനസ് സമാഇ ഫീഹി ളുലുമാതുൻ വറഅദുൻ വബർഖ്. നല്ല മഴ പെയ്യുന്ന സീസണാണ്, ഇടിയുണ്ട്, മിന്നലുണ്ട്, അല്ലെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഔ കസയ്യിബിൻ മിനസ് സമാ, ആകാശത്ത് നിന്ന് പെയ്യുന്ന ഒരു മഴയാണ്. മഴയാണെന്ന് പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അത് സുഖമുള്ള ഒരു കാര്യമാണ്. പക്ഷെ പറയാണ് ഫീഹി ളുലുമാതുൻ, ഫീഹി ളുലുമാത്, അന്ധകാരമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്ത് കൊടുക്കേണ്ടി വരും, പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരും. ഇരുട്ടുകൾ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ്. മഴ പെയ്യുമ്പോ നമുക്ക് ഇരുട്ട് വരും, കാർമേഘങ്ങൾ വരും. അപ്പോഴേ മഴയുടെ ഗുണം നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. സിമ്പിളായിട്ട് ഒരു എപ്പോഴും നല്ല നോർമലായിട്ട് പെയ്യുന്ന മഴ, എന്നിട്ട് കിണറിങ്ങനെ നിറയാ, പുഴ ഇങ്ങനെ നിറയാ. നമ്മൾ രാവിലെ സ്കൂളിലേക്കോ ഓഫീസിലേക്കോ ജോലി സ്ഥലത്തേക്കോ ഇൻസൈഡൊക്കെ ഇതിങ്ങനെ പോവാം, മഴ പെയ്യാണ്ടിരിക്കുക. രാത്രി കടന്നിറങ്ങുമ്പോ ഇങ്ങനെ മഴ, അങ്ങനെ മഴ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളിവിടെ ഒരു യോഗം വെച്ചപ്പോഴേക്ക് മഴ പെയ്തില്ലേ, നമ്മൾ മഴ കൊണ്ട് നനഞ്ഞു. ഇതൊരു പ്രതിസന്ധിയാണ്. അപ്പൊ ഇസ്ലാമും അങ്ങനെ തന്നെയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു ലോങ് പാസേജ് ആണ്, വലിയ ദീർഘമുള്ള വിശാലമായിട്ടുള്ള വഴിയാണെന്ന് പറയുമ്പോൾ പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾക്ക്
രാത്രി മാത്രം മഴ പെയ്താൽ മതി എന്നുള്ളൊരു തോന്നലാണ്. അതാണ് മുനാഫിഖുകൾ. ഇസ്ലാം അവിടെ ജയിച്ചു എന്ന് കാണുമ്പോൾ അതിന്റെ എന്തെങ്കിലും ഗുണങ്ങൾ കിട്ടാം. അതാണ് പറഞ്ഞത്, ഇടിമുഴക്കങ്ങൾ ഉണ്ടാവും ഇസ്ലാമിൽ, ഗസ്സ ഉണ്ടാകും. അതാ പറഞ്ഞതിന്റെ അർത്ഥം. നെതന്യാഹുവിനെ ഏറ്റുമുട്ടേണ്ടി വരും, ഫിർഔനോട് ഏറ്റുമുട്ടേണ്ടി വരും, അബൂലഹബിനോടും മുത്തുബയോടും ഒക്കെ ഏറ്റുവേണ്ടി വരും. ബർക്ക് എന്ന് പറഞ്ഞാൽ മിന്നലാണ്, അത് പ്രതീക്ഷയാണ്. അതും ഉണ്ടാവും. സ്വർഗം എന്ന പ്രതീക്ഷ, ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്ന പ്രതീക്ഷ. ഈ ഇസ്ലാമിന്റെ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളൊക്കെ നടപ്പിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ ക്ഷേമരാഷ്ട്രം ഉണ്ടാകും. ഇവിടെ ആട്ടിൻകുട്ടി വിശന്നാൽ ഒരു ഭരണാധികാരി അതുകൊണ്ട് സങ്കടപ്പെടുന്ന അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോ പക്ഷെ മുനാഫിഖുകൾ ഏതാ പ്രതീക്ഷിക്കുന്നുള്ളൂ? അവസാനത്തെ ആ മദീന. അതിന്റെ മുമ്പത്തെ ഉഹദ് അവർ പ്രതീക്ഷിക്കുന്നില്ല, ഹുനൈൻ അവർ പ്രതീക്ഷിക്കുന്നില്ല, ബദർ അവർ പ്രതീക്ഷിക്കുന്നില്ല, ഖന്ദഖ് അവർ പ്രതീക്ഷിക്കുന്നില്ല. അവരാകെ പ്രതീക്ഷിക്കുന്നത് മദീന മാത്രമാണ്. അതുകൊണ്ട് ആ മദീനയിൽ വന്ന് കൂടിയത് അവര് എന്തെങ്കിലും കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചിട്ട്. നമ്മൾ സാധാരണ പഴയ കാലത്തുള്ള ആളുകൾക്ക് അറിയാം, നമ്മുടെ വീട്ടിന്റെ അകത്തൊന്നും കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല, വെളിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ ബാത്റൂമൊക്കെ പുറത്തായിരുന്നു. അപ്പോ രാത്രി കാലത്ത് ബാത്റൂമിലേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പോവുക? രാത്രി മഴയുണ്ട്, ഇടിയുണ്ട്. ചെറിയ മഴയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന, നമ്മൾ മഴയുണ്ടെങ്കിൽ നമുക്ക് വിളക്കൊണ്ട് പോകാൻ പറ്റില്ല. അന്ന് ടോർച്ചുമില്ല, ടോർച്ചൊന്നും വരുന്നില്ല, വിളക്കാണ് ഉപയോഗിച്ചിരുന്നത്, മണ്ണെണ്ണ വിളക്ക്. ആ കാലഘട്ടത്തിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ബാത്റൂമിലേക്ക് പോകാൻ പിന്നീട് എന്താണ് വഴി ഉണ്ടായിരുന്നത്? അങ്ങനെ നടന്നു പോകുമ്പോൾ പാമ്പുണ്ടാവും. അതൊരു പേടിയാണ് നമുക്ക് മഴ പെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് ആകെ കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഈ ഇടിമിന്നലാണ്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മിന്നൽ ഇങ്ങനെ കാണുമ്പോൾ കുറച്ചങ്ങ് നടക്കും, പിന്നെ അവിടെ വെക്കും, പിന്നെ അടുത്ത മിന്നൽ നടന്നിട്ടാണ് നമ്മൾ ബാത്റൂമിലേക്ക് എത്തിയിരുന്നത്. എന്റെ ചെറുപ്പകാലത്ത് ഓർമ്മയുണ്ട്, എന്നേക്കാളും വയസ്സുള്ള ആളുകൾക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ കുട്ടികൾക്ക് പോലും ഓർമ്മ ഉണ്ടാവില്ല. അതാണ് ഖുർആനിൽ പറയുന്നത്, അതൊന്നും പറ്റൂല, പൈസ കൊടുക്കേ, അതൊന്നും പറ്റൂല. എന്നാൽ അവർക്ക് ബാത്റൂമിലേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ ആ വെളിച്ചം ഉപയോഗപ്പെടുത്തുന്നത് പോലെ ഇസ്ലാമിന്റെ ഗുണങ്ങളെല്ലാം അവർക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇസ്ലാമിന്റെ ഗുണങ്ങളെല്ലാം ആവശ്യമുണ്ട്, അത് അവർ ഉപയോഗപ്പെടുത്തും. അങ്ങനെ ആവരുത് എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. എന്ന് പറയുന്നതോടുകൂടി നമ്മുടെ മനസ്സിലേക്ക് വന്നു, ഈ വഴി വളരെ വിശാലമാണ്, എല്ലാവരെയും ഉൾക്കൊള്ളും, പക്ഷെ അത് വളരെ ദീർഘമുള്ളതാണ്, പ്രയാസങ്ങൾ ഉണ്ടാകും, സ്വർഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് അപ്പോൾ തന്നെ കടന്നു വരുന്നുണ്ട്. എല്ലാ ആയത്തും പഠിക്കേണ്ട ആവശ്യമില്ല. ഖുർആനിൽ എല്ലാ ആയത്തും പഠിച്ചാൽ ഈ ആശയം കടന്നു വരുന്നില്ല. അസ്റാത്ത് എന്നുള്ള പദം തന്നെ പഠിച്ചാൽ നമ്മളെ മനസ്സിലേക്ക് ഒരുപാട് ആശയങ്ങൾ കടന്നു വരുന്നുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അസ്റാത്ത് അൽ മുസ്തഖീം, ഈ വഴി തന്നെ വിശാലവും സ്ട്രൈറ്റുമാണ്, ദീർഘമുള്ളതാണ് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ മുസ്തഖീം എന്ന് പറയുന്നത് എന്തിനാ? ഒരാശയം പണ്ഡിതന്മാർ പറയുന്നത് അതിന്റെ ആ സ്ട്രൈറ്റ് നേരായതാണ് എന്നുള്ളത് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നാണ്. നേരായ പാത എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. വേറൊരു വ്യാഖ്യാനമുള്ളത്, സിറാത്ത് എന്ന് പറഞ്ഞതിൽ തന്നെ സ്ട്രൈറ്റിന് പെട്ടു, മുസ്തഖീം എന്നതിന്റെ അർത്ഥം ഒരു പടി ഉയർന്നതാണ്. കാരണം കാമ എന്ന് പറഞ്ഞാൽ നിന്നു എന്നാണ് അർത്ഥം. അപ്പൊ ഈ വഴി ഞാനിപ്പോ വിശദീകരിച്ചു കഴിഞ്ഞപ്പോ ആ വഴി ഇസ്ലാം എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് ഒരു ഹൈവേ ആയിട്ട് വളരെ വിശാലമായിട്ട് ഇങ്ങനെ നീളത്തിൽ അങ്ങോട്ട് കിടക്കുന്ന ഒരു വഴിയായിട്ട് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ മുസ്തഖീം എന്ന് വരുന്നതോടുകൂടി ആ വഴി അങ്ങോട്ടല്ല പോണത്, ആ വഴി മേൽപോട്ടാ പോണത്. എന്ന് പറഞ്ഞാൽ ആ വഴി അള്ളാഹുലേക്കുള്ള ഒരു വഴിയാണ്, സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാണ്. മുസ്തഖീം എന്ന് പറയുമ്പോൾ കാമ എന്ന് പറഞ്ഞ ഉയർച്ചയുള്ള എന്നുള്ള അർത്ഥമാണ്. ഒരു സംഭവം ഖുർആനിൽ പറയുന്നുണ്ട്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് ഇൽമൊക്കെ കൊടുത്തു, പക്ഷെ ആ ഇൽമ അയാൾ സ്വീകരിച്ചില്ല, അത് നടപ്പിലാക്കിയില്ല. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അള്ളാഹുവിനെ അയാളെ നാം ഉയർത്തുമായിരുന്നു എന്നാണ് പറയുന്നത്. ഉയർത്തും, പക്ഷെ അയാൾ ഭൂമിയിലേക്ക് താന്നു പോവുകയാണ് ചെയ്തത്. അപ്പൊ ഈ വഴിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മേൽപോട്ട് ഉയരും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്കാണ് നമ്മൾ ഉയരുന്നത്, സ്വർഗത്തിലേക്കാണ് നമ്മൾ ഉയരുന്നത് എന്ന് പറയുന്ന ഒരു ആശയം കൂടി അതിലുണ്ട് എന്ന് പണ്ഡിതന്മാര് പറയുന്നുണ്ട്. അൽ മുസ്തഖീം, ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ഗുണമുള്ളത്? ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നിലപാടിൽ ഉയർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ. യഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞു തീരുന്നതോടുകൂടി പിന്നെ
നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച. വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഉയർന്നവരാണ്, നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ നിങ്ങളുടെ നിലപാടുകളെല്ലാം ഉയർന്ന നിലപാടായിരിക്കും. ആകെ കൂടി ശോഷിച്ചിട്ട് ഒരു ബേജാറായിട്ട് ഏതെങ്കിലും ഒരു നരേന്ദ്രമോദി വന്നിട്ട് പറയാണ് നിങ്ങൾക്ക് റിസർവേഷൻ ഇല്ല, അപ്പൊ കൂടി ഇവിടുത്തെ രക്ഷിതാക്കള് റിസർവേഷൻ ഇല്ല, കിട്ടൂല, അതുകൊണ്ട് ഇനി വേറെന്തെങ്കിലും പഠിച്ചോളാം എന്ന ബേജാറിലല്ല. ഇങ്ങനെ പ്രതിസന്ധികൾ കേൾക്കുമ്പോഴേക്ക് ആകെ കൂടി അടിമകളെ പോലെ നിസ്സാരന്മാരായി ഭീരുക്കളായി മാറുന്നവരല്ല. കാരണം ഈ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ഔന്നത്യത്തിന്റെ ഹിദായത്താണ്. ഈ കിതാബ് അള്ളാഹുവിന്റെ അടുക്കലാണുള്ളത്. അള്ളാഹു ഉയർന്നവനാണ്, ഔന്നിത്യമുള്ളവനാണ്, ആകാശത്തു നിന്നാണ് അള്ളാഹുവിന്റെ വഹി വരുന്നത് എന്ന വിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് വരുന്നതോടുകൂടി പിന്നെ ഓച്ചാനിച്ച് നിൽക്കൂല. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുമ്പ് കേട്ടത് തന്നെയാണത്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാൾ ഇങ്ങനെ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഇങ്ങനെ ആകെ കൂടി കുനിഞ്ഞിട്ടാണ് അയാൾ നടക്കുന്നത്. അപ്പൊ ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, ഒരു അടി കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് അടി ഉണ്ടാവുന്ന പറയുന്നത്, തല ഉയർത്തി നടക്ക്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു രോഗമല്ല, രോഗമായിട്ട് നടക്കേണ്ടതല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തല ഉയർത്തി നടക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഔന്നത്യം കാണിക്കേണ്ടി വരും. ആ ഔന്നത്യം കാണിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ പറയാൻ, നിന്നോട് മാത്രമേ സഹായം ചോദിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഏത് ഫിറോനുമാര് വന്നു കഴിഞ്ഞാലും അല്ലാഹുൽ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ യശസ്സോടെ ആ അന്തസ്സോടെ ഇസ്സത്തോടു കൂടി ജീവിക്കുന്നവരായി തീരുമെന്നാണ്. അതിനുശേഷമാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അൽ മുസ്തഖീം എന്ന് പറയുന്ന ഉയർച്ച എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ ചരിത്രത്തിൽ കാണുന്നുണ്ട് ഒരുപാട് മറുപടികൾ. ഈ ഉമർ മുഖ്താർ എന്ന് പറയുന്ന അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ലിബിയയിലെ പോരാളിയായിരുന്നു ഉമറുൽ മുഖ്താർ. 100 വർഷം മുമ്പ് നടന്നൊരു കാര്യമാണ്. ഇറ്റലിയിൽ മുസോളിനി സ്വേച്ഛാധിപത്യം നടക്കുമ്പോൾ ലിബിയയിൽ വന്നിട്ട് അവിടുത്തെ മുസ്ലിം സമൂഹത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി വന്നവരാണ് അവർ. അപ്പൊ അവർ വന്ന സമയത്ത് ഉമർ മുഖ്താർ എന്ന് പറയുന്ന ഉസ്താദ് കുറച്ച് വയസ്സായിട്ടുള്ള സന്ദർഭത്തിലാണ് വരുന്നത്, മുസോളിന്റെ പട്ടാളൊക്കെ. അപ്പൊ അദ്ദേഹം കുട്ടികളെയാണ് വിളിച്ചു ചേർക്കുന്നത്. കുട്ടികളെ വിളിച്ചു ചേർത്തിട്ട് ഖുർആനാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആ സംഭവമാണ് ദ ലയൺ ഇൻ ദ ഡിസേർട്ട്, അങ്ങനെ എന്താണ് സിനിമയുടെ പേര്. ആന്റണി ഖിൽ എന്ന് പറയുന്ന ഇസ്ലാം അല്ലാത്ത ഒരാളാണ് സംവിധാനം ചെയ്തിട്ട്, അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പൊ അദ്ദേഹത്തിന്റെ ആ രംഗം കാണിക്കുന്നുണ്ട് ഉമർ മുഖ്താറിന്റെ, അദ്ദേഹത്തിന്റെ ചരിത്രം പറയുകയാണ്. അപ്പൊ അദ്ദേഹം കുട്ടികൾക്ക് ഖുർആനാണ് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ ആരോ ചോദിച്ചു, ഇവര് പട്ടാളവും വിമാനവും തോക്കുമായിട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾ ഈ കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയാണ്, അവരിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ഖുർആൻ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടാണ്. ഖുർആൻ കൊണ്ടേ അവരോട് മറുപടി അറിയാൻ കഴിയുള്ളൂ. അവരുടെ തോക്കിനെതിരെ, അവരുടെ ബോംബിനെതിരെ നമുക്ക് ധൈര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഖുർആൻ കൊണ്ടാണ് അവർക്ക് മറുപടി പറയേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കുട്ടികൾക്ക് നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. അവരുടെ സമര ധീര പോരാട്ടം നമ്മുടെ മക്കളൊക്കെ പഠിക്കണം. ആ ഒരു സിനിമ കണ്ടാൽ മതി, 2 ആഴ്ചത്തേക്കുള്ള ആവേശം ഉണ്ടാവും. ഏത് ഫാഷിസ്റ്റിനോടും പോരാടാനുള്ള ഒരു ആവേശം ഉണ്ടാവും. ഉമർ മുഖ്താർ. അപ്പൊ വീണ്ടും വിമാനങ്ങൾ ഇങ്ങനെ വന്നപ്പോ അവർ വന്നിട്ട്, ചില ആളുകൾ വന്നിട്ട് ഉമർ മുഖ്താറിനോട് പറയുന്നുണ്ട്, അവരുടെ വിമാനങ്ങൾ നമ്മളുടെ ചുറ്റിപ്പറ്റി പാറുന്നുണ്ട്, തലക്ക് മുകളിൽ പാറുന്നുണ്ട്. അപ്പൊ അദ്ദേഹം അതിനൊന്നും മെയിൻ ചെയ്യാതെ പറയുന്നുണ്ട്, ആ വിമാനങ്ങൾ പാറുന്നത് അർഷിന്റെ മുകളിലാണോ അർഷിന്റെ താഴെയാണോ? അദ്ദേഹത്തിന്റെ ചോദ്യമാണ്. അപ്പൊ അവർ പറഞ്ഞു, അത് അർഷിന്റെ താഴെ തന്നെയാണ്. എന്നാ പിന്നെന്താ ബേജാറ്? അർഷിന്റെ മുകളിലിരിക്കുന്നവനിലാണ് നമ്മളെ ഭരമേൽപ്പിച്ചിട്ടുള്ളത്. അർഷിന്റെ മുകളിലിരിക്കുന്നവരിൽ വിശ്വസിക്കുന്ന നമ്മൾ അർഷിന്റെ താഴെ പാറുന്ന വിമാനങ്ങൾ കണ്ടിട്ട് പേടിക്കുന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ചരിത്രത്തിൽ ഈ ധൈര്യം അവിടുന്ന് കിട്ടണമെന്ന് പറഞ്ഞാൽ അൽ മുസ്തഖീം, ഇസ്സത്തുള്ള അള്ളാഹുവിന്റെ ഇസ്സത്തുള്ള ഇസ്ലാമിലാണ് നമ്മളുള്ളത്, പാതയിലാണുള്ളത് എന്ന് തോന്നുമ്പോഴാണ്. അപ്പോ എല്ലാ ധൈര്യം ഉണ്ടാവും, നമ്മളെ പകച്ചു പോകില്ല. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുണ്ടാകുന്ന സമയത്ത് ആ ഒരു അഖീദ നഷ്ടപ്പെടുന്നതായിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇത്രയും ധീരനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, റസൂൽ വഫാത്തായി, അങ്ങനെ സംഭവം ഉണ്ടാവില്ല, അത് നടക്കൂല, ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അവനെ വെട്ടും. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ തവക്കുലിന്റെ, ആ ഇസ്സത്തിന്റെ വർത്തമാനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅബുദു അല്ലാഹ വഹ്ദഹു ഫഇന്നഹു ഹയ്യുൻ ലാ യമൂത്. ഇതാണ് കേട്ടതോടുകൂടി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നെ ആ പതർച്ചയില്ല. ഇതാണ് ആ തൗഹീദ്, ആ അള്ളാഹുവിലുള്ള വിശ്വാസം, ആ പാതയെ കുറിച്ചുള്ള ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ അടിപതറുകയില്ല എന്നുള്ളതാണ് ആ ചരിത്രം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഒരുപാട് കഥകൾ ചരിത്രം നമുക്കങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. ഗസയിൽ നിന്നുള്ള വാർത്തകളും അത് തന്നെയാണ്. അവിടെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഉമ്മയുടെ
ഒരു കഥ വന്നിരുന്നു. ഈ യുദ്ധമൊക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു കഥയാണ്. 7 കുട്ടികളുള്ള അമ്മയാണ്. അവിടെ മിക്കവാറും ഉമ്മമാർക്ക് അങ്ങനെ മക്കളുണ്ട്. അങ്ങനെ 7 കുട്ടികളുടെ ഉമ്മ ഭർത്താവ് മരണപ്പെട്ട സമയത്ത് അവരുടെ ഒരു കുട്ടി വന്നിട്ട് ഉമ്മനോട് പറയുന്നുണ്ട്, മാമ, ഒരു മാമ എന്നാ പറയുന്നത് ഉമ്മനൊക്കെ, ഉമ്മ നമ്മളെ ഉപ്പ പോയി, ഇനി നമുക്ക് ഭക്ഷണം ആരാ എവിടുന്നാ കിട്ടുക? അപ്പൊ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സാധാരണ സ്ത്രീകളാണെങ്കിൽ പറയും, എന്താ തെണ്ടിന്നെ നമുക്കൊരു ഗതിയില്ല, നമ്മളെ എളാപ്പണ്ട് മൂട്ടാപ്പണ്ട് ഓരോ നമ്മളെ കാര്യം നോക്കൂല, നമ്മൾ തെണ്ടിന്നെ എന്നുള്ളത് മറുപടിയാണ് സാധാരണ സ്ത്രീകൾ, സാധാരണ നോർമൽ സ്ത്രീകൾ പറയാം. പക്ഷെ ആ ഉമ്മയുടെ വർത്തമാനം ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചൊരു വർത്തമാനമായിരുന്നു. ആ കുട്ടിയോട് ഉമ്മ പറയാണ്, നിന്റെ ഉപ്പ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം തന്നത് നിന്റെ ഉപ്പയല്ല, റിസ്ക് തന്നത് റസാഖ് അള്ളയാണ്, അത് ഉപ്പ പോയാലും അള്ളാഹു റസാഖ് തന്നെയാണ് എന്ന് പറയുന്ന ധൈര്യത്തോടുകൂടിയ വർത്തമാനം ആ ഉമ്മ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് ഇപ്പോഴും അവിടുത്തെ കുട്ടികൾ ആ സധൈര്യം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ ആ ഇസ്സത്തുള്ള ഇസ്ലാമാണിത്. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്ക് ആകെ തകർന്നു പോകുന്ന ഒരു ഇസ്ലാം അല്ല ഇത്, ഇസ്സത്തുള്ള ഇസ്ലാമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യം കൂടി അൽ മുസ്തഖീം എന്നുള്ളതിലുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നാണ്. ഇനി വിശദീകരിക്കേണ്ടതിന്റെ കാര്യങ്ങൾ സിറാത്തല്ലദീന, ഒരു കാര്യം കൂടി അതിന്റെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, ഹിദായത്ത് തരണം എന്ന് ആവശ്യപ്പെട്ടു, വഴി തരണം എന്ന് ആവശ്യപ്പെട്ടു. എന്നിട്ട് പറയാണ് എന്ത് വഴി, എന്ത് വഴി, അതാണ് പറയുന്നത്. അത് സാധാരണ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാണ്. അഥവാ നമ്മളെ മക്കള് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു കോഴ്സ്, ഒരു കോളേജിൽ ഒരു കോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു, ഒരു ഡിഗ്രി ചെയ്യാൻ തീരുമാനിച്ചു. ആ ഡിഗ്രി ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഡിഗ്രിയെ കുറിച്ച്, ആ കോഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാൻ അതിന്റെ രീതി നമ്മൾ ആരോടാണ് ചോദിക്കുക? നമ്മൾ അതേ കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളോടാണ് ചോദിക്കുക. അതല്ല, ആ കോഴ്സ് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങി അത് മുഖേനൊക്കെ ജോലിയിൽ പ്രവേശിച്ച ആളുകളുണ്ട് എന്ന് കരുതിയ ആളപ്പാണ് അതിന്റെ വിശദാംശം നമ്മൾ ചോദിക്കുക. നമുക്ക് കോൺഫിഡൻസ് കിട്ടുക ആ കോഴ്സ് ചെയ്തിറങ്ങി അതിന്റെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്ന ആളുകളോടാണ് നമ്മൾ എന്ത് ചെയ്യുക, അഭിപ്രായങ്ങൾ ചോദിക്കുക. അപ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് കിട്ടുക. വഴി തരണേ, ഹിദായത്ത് തരണേ എന്ന് പറഞ്ഞതിന് ശേഷം തൊട്ടുടനെ പറയുന്ന കാര്യം അതാണ്, സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ആ വഴി ആരാണ്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ സിറാത്താണ് ഞാൻ ആ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നൂഹ് നബി വന്നു, ആദൻ നബി വന്നു, ഇബ്രാഹിം നബി വന്നു, പ്രവാചകന്മാര് വന്നു, അതുപോലെ തന്നെ അസ്ഹാബുൽ കഹ്ഫ് ഗുഹാവാസികൾ വന്നു, ആ യാസീനിൽ പറഞ്ഞ ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന ആ വീര പോരാളി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നു, സാലിഹീങ്ങൾ വന്നു, ശുഹദാക്കൾ വന്നു, സിദ്ദീഖുകൾ വന്നു. ഇവരെല്ലാവരും അവരുടെ വഴിയില് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തീർത്ത് നമ്മൾ പറയാണ്. ആ വഴിയാണ് ഞാൻ മനസ്സിലാക്കി. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അത് കഴിഞ്ഞുപോയി. ആ വഴിയിലുള്ള ആ ചരിത്ര പുരുഷന്മാരെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ വഴിയിലേക്കാണ് എന്നെ കൊണ്ടു നടത്തേണ്ടത്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അൻഅംത എന്ന് പറഞ്ഞാല് അനുഗ്രഹിച്ചു എന്നാണ്, നീ അനുഗ്രഹിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ നിഅമത്ത് എന്നുള്ള പദം അത് വന്നിരിക്കുന്നത് അറബി ഭാഷ നുഅമത്ത് എന്നുള്ള പദത്തിൽ നിന്നാണ്. നുഅമത്ത് നമ്മുടെ സൂറത്തുൽ അൻആം എന്ന് കേട്ടില്ലേ നിങ്ങൾ? സൂറത്തുൽ അൻആം അതിന്റെ അർത്ഥം കന്നുകാലികൾ എന്നാണ്. നിഅമത്തും അൻആമും തമ്മിൽ എന്താ ബന്ധം എന്ന് പറഞ്ഞാൽ, കന്നുകാലികളെ അവർ ഉപയോഗിച്ചിരുന്നത് ഭക്ഷണത്തിന് ഉപയോഗിച്ചിരുന്നു. അത് അവരുടെ നുഅമത്തിന് വേണ്ടിയിട്ടാണ്, സോഫ്റ്റ്നെസ് എന്നാണ് ഞാൻ പറയാം. അവരുടെ ഒരു സ്മൂത്ത്നെസ്സിന് വേണ്ടിയിട്ടാണ് ഒരു ഭക്ഷണം കഴിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ മരുഭൂമിയിൽ പരുഷമായിട്ടുള്ള പാറകളിലൂടെ മണലിലൂടെ അവർ സഞ്ചരിക്കാൻ സ്മൂത്ത് ആയിട്ട് കൊണ്ടു നടക്കാൻ അവർ ഉപയോഗിച്ചതാണ് അൻആം, കന്നുകാലികൾ. അവർക്ക് അത്ര പരുഷമാണ് എങ്കിലും പ്രയാസകരമാണ് എങ്കിലും ഇസ്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു പ്രതിസന്ധികൾ ഉണ്ടാകും, പരുഷമായ പാറക്കല്ലിലൂടെ മുന്നോട്ട് പോകേണ്ടി വരും. പക്ഷേ അൻഅംത ആ പരുഷമായിട്ടുള്ള വഴിയിലൂടെയാണ് പോകുന്നതെങ്കിലും ഈ പ്രവാചകന്മാരുടെ വഴികളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ പരുഷമായതെല്ലാം നമുക്ക് സ്മൂത്ത്നെസ് ആയിട്ട് അനുഭവപ്പെടും, വളരെ സോഫ്റ്റ് ആയിട്ട് അനുഭവപ്പെടും. അൻഅംത ആ പദത്തിന് അങ്ങനെ കണക്ഷൻ ഉണ്ട്. എത്ര പ്രതിസന്ധികളിലൂടെ അവിടെ കടന്നുപോയി. ആ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ആ പ്രതിസന്ധികൾ എത്ര സുന്ദരമായിട്ടാണ് ഇവർ റിക്കവർ ചെയ്ത് ആ പ്രതിസന്ധികളെ തരണം ചെയ്തത് എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് അൻഅംത അനുഗ്രഹിച്ചു എന്നാണ് നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയാം. പക്ഷെ അൻഅംത എന്ന് പറയുന്ന ആ പദത്തിൽ എന്തുണ്ട്?
ഈ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ അവർ അതിനെയൊക്കെ സുന്ദരമായിട്ട് തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ബോധ്യമാവും. അപ്പൊ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് ഈ പാതയിൽ മുന്നോട്ട് പോകുമ്പോൾ. മുമ്പുള്ള ആളുകൾക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട്, അത് തരണം ചെയ്തിട്ടുണ്ട് എന്ന് നമ്മുടെ മനസ്സിലേക്ക് ഫീല് വരുമ്പോ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഊട്ടിയിലേക്ക് യാത്ര പോവുകയാണ്. ഊട്ടിലേക്ക് യാത്ര പോകുമ്പോ ഇത് എവിടേക്കാണ് പോകുന്നത് കൃത്യമായിട്ട് അറിയാത്ത ആളുകൾക്ക് ഭയങ്കര ബേജാറായി. എവിടുന്ന ഭക്ഷണം കിട്ടുക, എവിടുന്ന നിസ്കരിക്കുക, അഥവാ ഞാൻ മൂത്രയിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ എവിടുന്ന മൂത്രയിക്കുക, ഇങ്ങനെയൊക്കെ ഭയങ്കര കൺഫ്യൂഷനുകളായിരിക്കും. ഊട്ടിയിലേക്ക് പോവാത്ത ഒരാൾ, ആ ബസ്സിൽ പോയിട്ടുള്ള ഒരാൾ അതിലില്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായിരിക്കും. ജംഷീദ് സാഹിബ് ഒരുപാട് ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട്. മൂപ്പർ ഊട്ടിയിലേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും പോയിട്ടില്ല, പിന്നെ എങ്ങനെ ഇപ്പൊ നേരെ മറിച്ച് ഊട്ടിയിലേക്ക് 2-3 വട്ടം പോയിട്ടുള്ള ഒരാളാ ബസ്സിലുണ്ടെങ്കിലോ സുഖസുന്ദരമായിട്ട് നമ്മൾ അവിടെ കുത്തിരിക്കും. അയാളാണ് കൊണ്ടുപോകും, അയാൾക്കത് പോയി പരിചയമുണ്ട് എന്നുള്ള ധാരണയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. അപ്പൊ സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അതിനാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത്. ഈ വഴിയിലൂടെ ഒക്കെ കടന്നുപോയ ചരിത്ര പുരുഷന്മാർ, പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോ ഈ പ്രതിസന്ധികൾ വരും, അതിനെ തരണം ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ടായിട്ടുണ്ട്. അവരുടെ വഴിയിലൂടെ പോകുമ്പോൾ അതൊക്കെ സുന്ദരമായിട്ട് അനുഭവപ്പെടും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും. അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഗൈറിൽ മഗ്ദൂബ്, അതിന്റെ മലയാളത്തിൽ എന്താ അർത്ഥം പറയാം? ഒരു 5 മിനിറ്റ് കൂടി സമയം തരണം. മഴ ചെയ്തുകൊണ്ട് വൈകിയാണ് തുടങ്ങിയെങ്കിലും ഇത് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പറയാം. ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്താണ്? +1 നമ്മളെ സത്തർസാഹിബിന്റെ പോലെ എന്താ ഗൈറിൽ മഗ്ദൂബി അലൈഹിം? മലയാളത്തിൽ നമ്മൾ സാധാരണ എന്താ പറയാറുള്ളത്? നിന്റെ കോപത്തിനിരയായവർ എന്നാണ്. അവിടെ നിന്റെ എന്നുള്ള പ്രയോഗം അവിടെ ഇല്ല, അള്ളാഹ് പറഞ്ഞിട്ടില്ല. നിന്റെ എന്ന് പറയണമെങ്കിൽ കാ എന്ന് വേണം. മസ്മുക്ക, നിന്റെ പേരെന്താണ്? ഇവിടെ കാ എന്നുള്ള പദം തന്നെ ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്നുള്ളിലില്ല. കോപത്തിനിരയായവരുടെ മാർഗമല്ല എന്നുള്ളൂ. കോപത്തിനിരയായവര് അള്ളാന്റെ മാത്രമല്ല കോപം അവിടെ ഉള്ളത്. അള്ളാന്റെ കോപമാണെങ്കിൽ അള്ളാഹ് അവിടെ പറയരുത്. നീ അനുഗ്രഹിച്ചവരെ എന്ന് അള്ളാഹ് പറഞ്ഞിട്ട് പിന്നെ നിന്റെ കോപം എന്ന് അള്ളാഹ്ക്ക് പറയാൻ പണിയൊന്നുമില്ലല്ലോ. കാരണം അള്ളാഹ് പറഞ്ഞിട്ടില്ല. ഗൈറിൽ മഗ്ദൂബി എന്ന് പറഞ്ഞാൽ കോപത്തിനിരയായവരുടെ മാർഗത്തിലല്ല എന്നാണ്. ആ കോപം അള്ളാഹുവിന്റെ കോപമുണ്ടാവാം, മലക്കുകളുടെ കോപമുണ്ടാവാം, മനുഷ്യരുടെ കോപമുണ്ടാവാം, എല്ലാവരുടെയും കോപമുണ്ടാവാം. അപ്പൊ ഈ വഴിയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ കോപം കിട്ടും. ഈ കോപം എന്ന് പറയുന്നത് കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്, പൊതുവെ ഇസ്ലാമിനെയും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളത് ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞാൽ യഹൂദ്, വലദ്ദാല്ലീൻ നസാറ. ഇത് പറയാനുള്ള കാരണം എന്താണ്? അത് നമ്മൾ ആലോചിക്കുന്നില്ല. അൽ യഹൂദ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ യഹൂദികളുടെ ഒരു സ്വഭാവമായതുകൊണ്ട് യഹൂദ് എന്ന് പറഞ്ഞുള്ളൂ. അതേ സ്വഭാവം ഇന്ന് മുസ്ലിം സമൂഹത്തിനും വരും എന്നുള്ളത് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മളിതിങ്ങനെ ചൊല്ലുമ്പോ നമ്മുടെ ഭാഗത്ത് നിന്ന് അള്ളാന്റെ കോപോ മലക്കുകളുടെ കോപോ കിട്ടുന്ന കാര്യം നമുക്കൊന്നുമില്ല എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ ഖിറാത്ത് നടത്തുക. ആ കാലഘട്ടത്തിൽ അവർക്ക് കോപം കിട്ടാനുള്ള കാരണം എന്തായിരുന്നു? ഇതാണ് അതിന് കാരണം പറഞ്ഞത്. നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ ഒന്നുമല്ല, ഖുർആനും സുന്നത്തും നിങ്ങൾ പിൻപറ്റാത്തിടത്തോളം കാലം എന്ന് പറഞ്ഞാൽ ഇൽമ് കിട്ടിയിട്ട്, അറിവ് കിട്ടിയിട്ട്, ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഇതാണ് സിറാത്ത്, ഇതാണ് വഴി എന്നുള്ള ഗൈഡൻസ് കിട്ടിയതിനു ശേഷം അത് വേണ്ട എന്ന് ബോധപൂർവം വെച്ച ആളുകൾക്കാണ് അള്ളാഹുവിന്റെ കോപം ഉണ്ടാവുക. കോപം അങ്ങനെയാണ് ഉണ്ട്. ഇൽമ കിട്ടിയത് ചെയ്യാതിരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ കോപം ഉണ്ടാവുക. അത് യഹൂദികൾക്ക് മാത്രമല്ല, സത്യവിശ്വാസികൾക്കാണ് ഇപ്പൊ ഉണ്ടാവുക. ഇൽമ ശരിക്കും കിട്ടിയത് വിശ്വാസികൾക്കാണ്. അത് മനസ്സിലാക്കിയിട്ട് പിന്നെ കൊണ്ടു നടന്നിട്ടില്ലെങ്കിൽ കോപം ആർക്കാണ് വരിക? ഈ വിശ്വാസ സമൂഹത്തിനാണ് വരിക എന്നുള്ളൊരു തിരിച്ചറിവില്ലെങ്കിൽ നമ്മൾ ഏത് കാലഘട്ടത്തിലും അങ്ങനെ തന്നെ തഫ്സീർ നടത്തിക്കൊണ്ടേയിരിക്കും. നമ്മുടെ വീട്ടിൽ തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. നമ്മുടെ വീട്ടിൽ ഇപ്പോ നമ്മളൊരു സാധനമൊക്കെ വാങ്ങി ഒരു പായസമൊക്കെ ഉണ്ടാക്കി, വാപ്പ കൂടി വരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളോട് വരാനുണ്ട്. പായസം ഉണ്ടാക്കുന്നത് 2 കുട്ടികളുള്ള അമ്മ കണ്ടു. ഒരു കുട്ടിയാണ് കണ്ടത്, പായസം എടുത്തിട്ട് ഫ്രിഡ്ജിൽ ഇടിച്ചിട്ട് കണ്ടു ഒരു കുട്ടി, ബാക്കിയുള്ളവരൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഓനോട് പറഞ്ഞതും കുടിക്കരുത്, വാപ്പ കൂടി വരട്ടെ, ഇത് വേറെ ആർക്കും പറഞ്ഞു കൊടുക്കണ്ടെന്ന് ഫ്രിഡ്ജിൽ എടുത്തേക്കാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോർ റൂമിന്റെ ഏതെങ്കിലും കലത്തിന്റെ ഉള്ളിൽ കൊണ്ടുപോയേക്കാണ്. അങ്ങനെയൊക്കെയുള്ളമാര് ചെയ്യാറുണ്ട്. അങ്ങനെ കൊണ്ടുവച്ചു. പക്ഷെ ഇവൻ എന്ത് ചെയ്തു പറഞ്ഞാൽ ഉമ്മ പുറത്തു പോയിട്ട് വരുമ്പോ ഇവൻ ഇങ്ങനെ പായസം കുടിക്കുക, ഓലപ്പം അവന്റെ അഞ്ജലി കിട്ടും ഇങ്ങനെ പായസം കൊടുക്കുക. വാപ്പ വരാനൊന്നും കാത്തുന്നില്ല. ഈ ഉമ്മ ആരെയാണ് അടിക്കുക? ഉമ്മക്ക് ആരോടാണ് ദേഷ്യം വരിക? പായസം ഇവിടെയാണുള്ളത്, എടുക്കരുത്, ആർക്കും അത് പറഞ്ഞു കൊടുക്കരുത്, വാപ്പ കൂടി വരട്ടെ എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയ ആളോടാണ് ദേഷ്യം വരിക. മറ്റോട് അറിഞ്ഞിട്ടില്ല.
ഓരോന്റെ കൂട്ടത്തിൽ കുടിച്ചിട്ടാണ്. അപ്പൊ അടിയുടെ സ്ട്രോങ് കൂടുക, നമ്മൾ ആരോടാണ് പറഞ്ഞു കൊടുത്തത് അത് അനുസരിക്കാത്തവരോട് നമ്മൾ കോപം ഉണ്ടാവുക. ഇവിടെ അധ്യാപകനായ നമുക്കും ഉണ്ടാകുന്ന ഒരു പ്രത്യേകത അതാണ്. നാളെ ചോദ്യം ചോദിക്കും, ഇന്നതാണ് ചോദ്യം, ഉത്തരം ഇതാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു, ചോദ്യം ചോദിച്ചു, പിറ്റേന്ന് ഉത്തരം പറയുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആബ്സെന്റ് ആയ കുട്ടികൾ അവിടെ വന്നിട്ട് ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ അവനെ നമ്മൾ തല്ലൂല, അവനോട് നമുക്ക് കോപം ഉണ്ടാവില്ല. നേരെ പക്ഷെ ഇന്നലെ പറഞ്ഞു കൊടുത്തത് ബോധ്യമായ കുട്ടികൾ പഠിച്ചു വരാതിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരിക. ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞാൽ ഈ ഖുർആനും സുന്നത്തിനുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ജീവിതത്തിൽ പകർത്താത്ത, എങ്ങനെ ഭാര്യയോട് പെരുമാറണമെന്ന് ഖുർആൻ സുന്നത്തിലുണ്ട്. എന്നിട്ട് ഭർത്താവ് പകർത്തിയിട്ടില്ലെങ്കിൽ ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അതാവും നമ്മൾ കാത്തിരക്ഷിച്ച് പറയട്ടെ. ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്ന് ഖുർആൻ സുന്നത്തിലുണ്ട്, അത് നടപ്പിലാക്കിയില്ലെങ്കിൽ പ്രശ്നമാണ്. മക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് ഖുർആൻ സുന്നത്തിലുണ്ട്, അത് മനസ്സിലാക്കിയിട്ട് നടപ്പിലാക്കിയില്ലെങ്കിൽ പ്രശ്നമാണ്. സമ്പത്ത് എങ്ങനെ അധ്വാനിക്കണം, എപ്പോ അധ്വാനിക്കണം, ഏതളവിൽ അധ്വാനിക്കണം, ആർക്ക് കൊടുക്കണം എന്നൊക്കെ ഖുർആൻ സുന്നത്തുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് അത് ജീവിതത്തിൽ പകർത്തിക്കിട്ടില്ലെങ്കിൽ ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്നാണ് അതിന്റെ അർത്ഥം. കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. വാല് എന്ന് പറഞ്ഞാൽ വഴി അറിയാതിരിക്കുക എന്നുള്ളതാണ്. അതൊരു എക്സ്ക്യൂസ് അല്ല. ഒരാൾ പറയണം ഇവിടെ ഞാനത് അറിഞ്ഞിട്ടില്ല എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു എക്സ്ക്യൂസ് പറഞ്ഞു. കോപം എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അറിഞ്ഞവരോട്. പക്ഷെ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു, ഞാൻ ഈ മഹലിൽ ജീവിച്ചു എന്നുള്ളൂ, നിങ്ങൾ ഇവിടെ നടത്തിയ ഖുർആൻ ക്ലാസും അതുപോലെ തന്നെ സക്കാത്ത് നിയമങ്ങളും ഇവിടുത്തെ പലിശ ചെയ്ത സംവിധാനം ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് അള്ളാഹിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതാണ് ശരി എന്നുള്ളത് അറിയാൻ ശ്രമിക്കണം. നസാറാക്കൾ ചെയ്തിരുന്നത്, ഞങ്ങൾ ഇവിടുത്തെ ബിഷപ്പുമാര് പറയുന്നത് കാര്യം മാത്രമേ ഞങ്ങൾ കേൾക്കുള്ളൂ, വേറെ അതാ ശരി കിതാബൊന്നും ഞങ്ങൾ നോക്കൂല, ഞങ്ങൾക്കത് അറിയണ്ട. അത് എക്സ്ക്യൂസ് അല്ല എന്നുള്ളതാണ്. ഒഴിവ് കഴിവ് പറയാനുള്ള ഒരു കാര്യമല്ല നാളെ പരലോകത്ത്. വലംവാലീൻ, ഇൽമ് തേടണം, അന്വേഷിക്കണം, പഠിക്കണം, എന്നിട്ട് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ സൂറത്തുൽ ഫാത്തിഹ പറയുന്നത്. അതാണ് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അർത്ഥം പറയുന്നത്. ഇനിയും അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മനസ്സിലാക്കിയതനുസരിച്ച് ജീവിക്കാനുള്ള ഒരു തൗഫീഖാണ് ശരിക്കും വേണ്ടത്. ഇൽമ് ഉണ്ടാവണം, അമലുണ്ടാവണം, അപ്പോഴാണ് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുക എന്നുള്ള കാര്യം അതിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിച്ച് ജീവിതത്തിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ കൊണ്ടു നടക്കാനുള്ള ധൈര്യവും ഈമാനും സബറും തഖ്വയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഗസയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസം അത് കൂടുതൽ സങ്കീർണതകളിലേക്കും വലിയ വലിയ രാഷ്ട്രീയ രീതികളിലേക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ ചർച്ചകളിലേക്കും ഒക്കെ മാറിയിട്ടുള്ള സംഭവങ്ങൾ ഇസ്ലാമിനൊരു ഗുണം അതിന് കിട്ടേണ്ടതുണ്ട്. അതിനുവേണ്ടിയിട്ടാണ് അവർ അധ്വാനിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാ ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന രോഗത്തിന് തക്കതായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മഴ തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്, മഴ തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹത്തിന് നന്ദി പ്രകാശിപ്പിക്കാനുള്ള മനസ്സും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹം കോപത്തിലേക്കുള്ള അല്ലെങ്കിൽ ശിക്ഷയിലേക്കുള്ള ഷർറിലേക്കുള്ള ഒരു അനുഗ്രഹമാക്കാതെ അത് നമുക്ക് നിഅമത്ത് മാത്രമാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ കൂട്ടത്തിലെ വെല്ലിപ്പക്കും വെല്ലിമ്മക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിച്ചുപോയ നമ്മുടെ വെല്ലിപ്പ വെല്ലിമ്മമാർ ഉപ്പ ഉമ്മമാർ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവർക്കും അവരുടെ ഖബറുകൾ വിശാലമാക്കി സമാധാനത്തോട് ജീവിക്കാനുള്ള സൗഭാഗ്യം അവരുടെ ഖബറുകൾ വിശാലമാക്കി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.